ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമോ നാരായണ. നാരായണ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. ഹരി ഓം. ഹരി ഓം. നാരായണ. ഇന്ന് ഭാരതത്തിൻ്റെ അടുത്ത 5 വർഷം ആര് ഭരിക്കണം എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനം ആവേണ്ട ദിവസം ആയിരുന്നു. വ്യക്തമായിട്ടുള്ളൊരു തീരുമാനമായി എന്ന് പറയാറായിട്ടില്ല. ഉദ്ദേശിച്ച പോലെയൊന്നും ആയില്ല. കേരളത്തിൽ എന്തായാലും നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു എന്നുള്ളത് വളരെ സന്തോഷം. തൃശ്ശൂരിലുള്ള പ്രബുദ്ധരായ വോട്ടേഴ്സിനെ എല്ലാം അഭിനന്ദിക്കുന്നു. അവരോടൊക്കെ എന്താ പറയുക, കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. തൃശ്ശൂരുകാരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണെന്ന് തെളിയിച്ചത്. അല്ലേ? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ആദ്യത്തെ താമര കേരളത്തിൽ വിരിഞ്ഞു, അല്ലെങ്കിൽ തൃശ്ശൂരിൽ വിരിഞ്ഞു. നല്ല മെജോറിറ്റി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അവിടെ 75,000-ലധികം മെജോറിറ്റി കിട്ടി. അദ്ദേഹം ജയിച്ചു. വളരെ സന്തോഷം. അദ്ദേഹത്തെ പരിഹസിച്ചവർക്കൊക്കെ ഉള്ള മുഖത്ത് ഏറ്റ അടിയാണ്. ഇരിക്കട്ടെ. നിഷ്കളങ്കനായിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള, ഒരു മഹാമനസ്കനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ പരിഹസിച്ചവർക്കൊക്കെ ഇനിയിപ്പോൾ തല താഴ്ത്താം. പക്ഷേ തിരുവനന്തപുരം കൂടി അടുത്തെത്തി. അവസാന ലാപ്പിൽ ഇടറി വീണു എന്ന് പറഞ്ഞ പോലെ 15,000-ലധികം വോട്ടുകൾക്ക് വിട്ടുപോയി. എന്തായാലും ആറ്റിങ്ങലിലും നല്ലൊരു ഫൈറ്റാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ വ്യത്യാസമില്ലാതെ പിന്തുടർന്നിരുന്നു. 3-ാം സ്ഥാനത്താണെങ്കിലും അവിടെ ത്രികോണ മത്സരം വളരെ ഗംഭീരമായി. എന്തായാലും ബാക്കി എല്ലായിടത്തും വോട്ടിംഗ് പെർസെൻറ്റേജൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. അടുത്ത ഇലക്ഷനിലൊക്കെ അതൊക്കെ വ്യത്യാസം വരട്ടെ. ഭാരതത്തിൽ മൊത്തം പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. BJPക്ക് മൊത്തമായിട്ട് 241ഓളം സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. 272 ഒറ്റയ്ക്ക് മെജോറിറ്റി കിട്ടണമെങ്കിൽ വേണ്ടത്. ഇനിയിപ്പോൾ മറ്റ് 2 പ്രധാന കക്ഷികളെ ആശ്രയിക്കേണ്ടതുണ്ട്. TDP, JDU. അവർ രണ്ടുപേരും എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മലക്കം മറിയുന്ന സ്വഭാവക്കാരാണ്. അതുകൊണ്ട് അവരെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിവൃത്തിയില്ല. അതിൻ്റെ നഷ്ടം സനാതനധർമ്മത്തിനാണ്. വരുന്ന 5 കൊല്ലം ഭാരതത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ലോകത്തിൻ്റെ മുമ്പിൽ തലയെടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് കുറച്ചൊക്കെ ഒരു പിന്നോട്ടടിക്കും. 10 കൊല്ലം കൊണ്ട്
ഉണ്ടാക്കിയെടുത്തതായിട്ടുള്ള ആ ഒരു സൽപ്പേരും ഒരു വികസനങ്ങളും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും എല്ലാ രംഗത്തുള്ള മുന്നേറ്റവും അതിനൊക്കെ ഒരു പിൻവലിയലുണ്ടാവും. കാരണം ഇവരുടെയൊക്കെ എന്താ പറയുക, ഡിപ്പെൻഡൻസി, ഒരു സ്വാതന്ത്ര്യമില്ലായ്മ, ഇനി എന്തൊക്കെയാണ് വന്നു ചേരാനിരിക്കുന്നത് നോക്കാം. വരും ദിവസങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോൾ എന്തായാലും ഭാരതത്തിലുള്ള ഹിന്ദുക്കൾക്ക്, സനാതന ധർമ്മികൾക്ക് ഇനിയും വേണ്ടത്ര അകത്ത് വെളിച്ചമായിട്ടില്ല. അതിന് കാരണം വിദേശ ഫണ്ടിങ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള ഇടപെടലുകൾ മാധ്യമ രംഗത്തിലൂടെയാണ് ഏറ്റവും അധികം ഇടപെടലുകൾ വിദേശത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആ വൈദേശിക പണം ഈ ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ പാർട്ടിക്കാരും പറ്റിയിട്ടുണ്ട്. അവരതിനെ വേണ്ട പോലെ മോദിക്ക് എതിരായിട്ട്, BJPക്ക് എതിരായിട്ടൊക്കെ പ്രചാരണത്തിൽ പ്രചണ്ഡമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് നുണകൾ പറഞ്ഞ് പറഞ്ഞതിനെയൊക്കെ മാറ്റിപ്പറഞ്ഞ് മോദിജി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതിനെയൊക്കെ വിപരീതമായി ചിത്രീകരിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് ക്യാൻവാസിംഗ് ആയിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അറിവില്ലാത്ത മൂഢന്മാരായിട്ടുള്ളവരുടെയൊക്കെ തലതിരിഞ്ഞു. അവരെല്ലാം മാറി ഇനി പൈസ മേടിച്ചിട്ടും മറ്റുമൊക്കെ ആയിട്ട് തമിഴ്നാട്ടിലൊക്കെ നല്ലോണം പൈസ ഇറങ്ങിയിട്ടുണ്ട്. പെർ ഹെഡ് വാങ്ങിച്ച ഒരുപാട് പേര് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പെർ ഹെഡ് ഒരു വീട്ടിൽ 4 വോട്ടുണ്ടെങ്കിൽ 1000 വീതം 4000 മേടിച്ച കുടുംബക്കാരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്. എന്തിനിപ്പോൾ മേടിക്കാതിരിക്കണം, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ആ മേടിച്ചിട്ട് നന്ദിയുള്ളവർ ആ 1000 റുപ്യക്കുള്ള വോട്ട് ചെയ്തു അപ്പം തന്നെ. ചിലർ മേടിച്ചിട്ട് മറിച്ച് ചെയ്തവരുണ്ട്. എന്തായാലും പണം നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും. കേരളത്തിൽ പിന്നെ കമ്മ്യൂണിസത്തോടുള്ള, പിണറായി വിജയനോടുള്ള എതിർപ്പാണ് കോൺഗ്രസിൻ്റെ വോട്ടായിട്ട് മാറിയത്. പിണറായി വിജയനെ മടുത്ത് വെറുത്ത് കമ്മ്യൂണിസ്റ്റുകാർ പോലും മാറി ചിന്തിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് കേരളത്തിലെ അവസ്ഥ, അതിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും ഹിന്ദുക്കൾ ഇനി ഉണർന്നിട്ടില്ല. മറ്റവരുടെ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു. മുസ്ലിങ്ങളുടെ വോട്ട് പൂർണ്ണമായിട്ടും ആൻറ്റി മോദിയായിട്ട് വേണ്ട രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്ത് ആര് ജയിക്കും എന്നുള്ളവരെ അവർ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ പ്ലാനിങ് നന്നായിട്ട് നടന്നു. എല്ലാ സംസ്ഥാനത്തിലും അത് നടന്നിട്ടുണ്ട്. മോദിജിയിൽ നിന്ന് തന്നെ അനേക ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള മുസ്ലിങ്ങൾ പോലും ഇനിയും ഭാവിയിൽ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനങ്ങൾ, ഒരു ഹിന്ദു മരിച്ചാൽ അവൻ്റെ സ്വത്ത് പാതി ഗവൺമെന്റിലേക്ക് ചേരും, അത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും എന്നുള്ള രീതിയിലാണ് അയാളുടെ പ്രചരണമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ജാതീയമായിട്ടുള്ള വിഘടിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ദളിതുകൾക്കും മറ്റുള്ളവർക്കൊക്കെയുള്ള സംവരണങ്ങൾ ഇനിയും കൂട്ടും എന്നൊക്കെയുള്ള രീതിയിൽ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും ഫലമായിട്ട് മൂഢജനങ്ങളൊക്കെ തിരിച്ച് ചിന്തിച്ചിട്ടുണ്ട്, മാറിക്കുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഒരു റിസൾട്ട് ഈ രൂപത്തിൽ ആയത്. പ്രബുദ്ധരായിട്ടുള്ള ആളുകളുടെ വോട്ടാണ് BJPക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാത്ത മൂഢജനങ്ങൾ മുഴുവൻ മറിച്ചു കുത്തിയിട്ടുണ്ട്. നിവൃത്തിയില്ല. നമ്മൾ ഇനി വരുന്നതൊക്കെ കാത്തിരുന്ന് കാണാം. വരുന്ന 5 വർഷം നമ്മൾ എന്തൊക്കെ സഹിക്കേണ്ടി വരും, രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും, ഏതൊക്കെ രീതിയിൽ വിഘടനവാദങ്ങൾ, തീവ്രവാദങ്ങൾ ഒക്കെ ഇവിടെ പച്ച പിടിക്കും, നമുക്ക് കണ്ടറിയാം. നമ്മളെല്ലാവരും ജാഗ്രതയോടെ ഇരിക്കാം. സനാതനധർമ്മം അതിൻ്റെ കുറച്ച് ക്ഷീണത്തെ പ്രാപിക്കും. കാരണം സനാതനധർമ്മത്തെ എതിർക്കുന്നവർക്കാണ് ഇപ്പോൾ വിജയം ഉണ്ടായിരിക്കുന്നത്. ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണി കഴിഞ്ഞിട്ട് പോലും
വടക്കേ ഇന്ത്യയിലുള്ള ആളുകൾ പോലും, അതും അയോധ്യയിലുള്ള ആളുകൾ പോലും മറിച്ചു കുത്തിയിരിക്കുന്നു. എന്താ പറയുക, നോക്കാം. എന്തായാലും ജനാധിപത്യത്തിൽ അറിവുണ്ടോ അറിവില്ലയോ, നമ്പർ കൗണ്ട്സ്, നമ്പറിനാണ് പ്രാധാന്യം. അപ്പം അവർ ചെയ്ത വോട്ടിനെയൊക്കെ നമുക്ക് കണക്കാക്കിയേ പറ്റൂ. ലെറ്റ് us wait and see, അല്ലേ? നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാം, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഭഗവാന് വിട്ടുകൊടുത്തിട്ട്, അതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്, അല്ലേ? ഭാഗവതത്തിൽ നിരന്തരം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഭഗവാന്റെ നാടകം, ഭഗവാന്റെ ലീല, ഭഗവാന്റെ ഇച്ഛ. മഹാബലി പറഞ്ഞ പോലെ ഇപ്പോൾ ആർക്കാണ് ഭഗവാൻ വിജയം നിശ്ചയിച്ചിരിക്കുന്നത്, അവർ ജയിച്ചിരിക്കുന്നു. നാളെ ഭഗവാൻ ആർക്കാണോ വിജയം നിശ്ചയിക്കുന്നത് അവർ വിജയിക്കും. എന്തായാലും ഭഗവാൻ തന്നെ നോക്കിക്കോട്ടെ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ ആ ഭഗവാൻ തന്നെ എല്ലാം നോക്കിക്കോട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. നവമസ്കന്ധത്തിലെ 6-ാം അധ്യായം ഇക്ഷ്വാകുവംശ വിവരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 57 ശ്ലോകങ്ങളുള്ള 6-ാം അധ്യായത്തിൽ 38 ശ്ലോകങ്ങൾ കണ്ടു. ഇനി 19 ശ്ലോകങ്ങൾ കാണാനുണ്ട്. നമുക്ക് 20 മുതൽക്കുള്ള ശ്ലോകങ്ങൾ വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് 20 മുതൽക്കാണ്. ആദ്യത്തെ 19 ശ്ലോകങ്ങൾ മുമ്പേ എടുത്തതാണ്. അത് നമ്മൾ 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. ഇനി 20 മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ ഷഷ്ഠോऽധ്യായഃ. ശ്രീശുക ഉവാച. 20-ാം ശ്ലോകം മുതൽക്ക്. പുരഞ്ജയസ്യ പുത്രോऽഭൂത് അനേനാഹ തൽസുതഃ പൃഥുഃ വിശ്വരൻ വിസ്തതശ്ചന്ദ്രോ യുവനാശ്വശ്ച തൽസുതഃ ശാപസ്തൽസുതോ യേന ശാപസ്തി നിർമ്മമേ പുരീ ബൃഹദശ്വസ്തു ശാപസ്തിഃ തതഃ കുവലയാശ്വകഃ യഃ പ്രിയാർത്ഥമുദംഗസ്യ ദുന്ദുനാമാസുരം ബലീ സുതാനാമേകവിംശത്യാ സഹസ്രൈരഹനദ്വൃതഃ ദുന്ദുമാര ഇതി ഖ്യാതഃ തൽസുതാസ്തേ ച ജജ്വലുഃ ദുന്ദോർമുഖാഗ്നിനാ സർവേ ത്രയ ഏവാവശേഷിതാഃ ദൃഢാശ്വഃ കപിലാശ്വശ്ച ഭദ്രാശ്വ ഇതി ഭാരത ദൃഢാശ്വപുത്രോ ഹര്യശ്വോ നികുംഭസ്ഥൽസുതഃ സ്മൃതഃ ബർഹണാശ്വോ നികുംഭസ്യ കൃശാശ്വോ ദാസ്യസേനജിത യുവനാശ്വോ ഭവത്തസ്യ സോനപത്യോ വനംഗതഃ ഭാര്യാശതേന നിർവിണ്ണഃ ഋഷയോസ്യ കൃപാലവഃ ഇഷ്ടിം സ്മവർത്തയാഞ്ചക്രുഃ ഐന്ദ്രീം തേ സുസമാഹിതാഃ രാജാ തദ്യജ്ഞസദനം പ്രവിഷ്ടോ നിശിതർഷിതഃ ദൃഷ്ട്വാ ശയാനാൻ വിപ്രാന്താൻ പപൗ മന്ത്രജലം സ്വയം ഉത്തിദാസ്തേ നിശാമ്യാദ വ്യുതകം കലശം പ്രഭോ പപ്രച്ചുഃ കസ്യ കർമ്മേദം പീതം പുംസവനം ജലം രാജ്ഞാ പീതം വിദിത്വാദ ഈശ്വര പ്രഹിതേന തേ ഈശ്വരായ നമശ്ചക്രുഃ അഹോ ദൈവബലം ബലം തതഃ കാല ഉപാവൃത്തേ കുക്ഷിം നിർഭിദ്യ ദക്ഷിണം യുവനാശ്വസ്യ തനയഃ ചക്രവർത്തി ജജാനഃ
കം ധാസ്യതി കുമാരോയം സ്തന്യം രോരോയത്തെ വൃശം മാം ധാതാവത്സമാരോദീഹി ഇതീന്ദ്രോ ദേശിനീം അഗാദ് ന മമാര പിതാ തസ്യ വിപ്രദേവ പ്രസാദദഃ യുവനാശ്രോത തത്രൈവ തപസാ സിദ്ധിമന്വഗാദ് ത്രസദ്ദസ്യുരിതീന്ദ്രോംഗ വിദധേ നാമ തസ്യ വൈ യസ്മാത്ര സന്ദിഹ്യുദ്വിഗ്നാഃ ദസ്യവോ രാവണാദയഃ യൗവനാശ്രോതമന്ധാദാ ചക്രവർത്യവനീം പ്രഭുഃ സപ്തദ്വീപവതീം ഏകഃ ശശാസാച്യുത തേജസാ ഈജേ ച യജ്ഞം ക്രതുഭിഃ ആത്മവിദ് ഭൂരി ദക്ഷിണൈഃ സർവദേവമയം ദേവം സർവാത്മകമതീന്ദ്രിയം ദ്രവ്യം മന്ത്രോ വിധിർയജ്ഞോ യജമാനസ്തദർദ്വിജഃ ധർമ്മോ ദേശശ്ച കാലശ്ച സർവമേതദ്യദാത്മകം യാവത് സൂര്യ ഉദേതി സ്മ യാവച്ഛ പ്രതിഷ്ഠതി സർവം തദ്യൗവനാശ്വസ്യ മാന്ദാതുഃ ക്ഷേത്രമുച്യത്തെ ശശബിന്ദോർദുഹിതരീ ബിന്ദുമത്യാമദാത് നൃപഃ പുരുകുൽസം അംബരീഷം മുചുകുന്ദം ച യോഗിനം തേഷാം സ്വസാരഃ പഞ്ചാശത് സൗഭരിം വവ്രിരേ പതിം യമുനാന്തർജലേ മഗ്നഃ തപ്യമാനഃ പരം തപഃ നിർവൃതിം മീനരാജസ്യ വീക്ഷ്യ മൈഥുനധർമ്മിണഃ ജാതസ്പൃഹോ നൃപം വിപ്രഃ കന്യാം ഏകാം അയാചത സോപ്യാഹ ഗൃഹ്യതാം ബ്രഹ്മൻ കാമം കന്യാ സ്വയംവരേ സ വിചിന്യ പ്രിയം സ്ത്രീണാം ജരടോയം അസമ്മതഃ വലീപലിതയേ ജത്കഃ ഇത്യഹം പ്രത്യുദാഹൃതഃ സാധയിഷ്യേ തദാത്മാനം സുരസ്ത്രീണാമപീപ്സിതം കിം പുനർമനുജേന്ദ്രാണാം ഇതി വ്യവസിതഃ പ്രഭുഃ മുനിഃ പ്രവേശിത ക്ഷത്രാ കന്യാന്തഃ പുരം വൃദ്ധിമത് വൃതശ്ച രാജകന്യാഭിഃ ഏകഃ പഞ്ചാശതം വരഃ താസാം കലിരഭൂത് ഭൂയാൻ തദർത്ഥേപോഹ്യ സൗഹൃദം മമാനുരൂപോ നായം വഹ ഇതി തദ്ഗതചേതസാം സ ബഹ്വൃജസ്താഭിരപാരണീയ തപസ്രിയാനർഘ്യപരിച്ഛദേഷു ഗൃഹേഷു നാനോഭവനാമലാംബച്ചതി അമലാംബസരസ്സു സൗഗന്ധിക കാനനേഷു മഹാർഹശയ്യാസനവസ്ത്രഭൂഷണ സ്നാനാനുലേപാഭ്യവഹാരമല്യകൈഃ സ്വലംകൃത സ്ത്രീ പുരുഷേഷു നിത്യധാരേമേനുഗായദ്വിജഭൃംഗവന്ദിഷു യദ്ഗാർഹസ്ഥ്യം തു സംവീക്ഷ്യ സപ്തദ്വീപവതീപതിഃ വിസ്മിതസ്തംഭമജഹാദ് സാർവഭൗമശ്രിയാന്വിതം ഏവം ഗൃഹേഷ്വവിരതോ വിഷയാൻ വിവിധൈഃ സുഖൈഃ സേവമാനോ ന ചാതുഷ്യത് ആജ്യസ്തോ ഗൈരിവാനലഃ സ കദാചിദുപാസീനഃ ആത്മാ ബഹ്നവമാത്മനഃ ദദർശ ബഹ്വൃജാചാര്യോ മീനസംഗസമുത്ഥിതം അഹോ ഇമം പശ്യത മേ വിനാശം തപസ്വിനഃ സച്ചരിതവ്രതസ്യ അന്തർജലേ വാരിജര പ്രസംഗാത് പ്രച്യാപിതം ബ്രഹ്മചിരം ധൃതം യത് സംഗം ത്യജേതമിഥുനവ്രതിനാം മുമുക്ഷുഃ സർവാത്മനാ ന വിസൃജേത് ബഹിരിന്ദ്രിയാണി ഏകശ്ചരൻ രഹസി ചിത്തമനന്ത ഈശേ യുഞ്ജീത തൽവ്രതിഷു സാധുഷു ചേത് പ്രസംഗഃ ഏകസ്തപസ്വി അഹമദാംബസി മത്സ്യസംഗാത് പഞ്ചാശദാസം ഉത പഞ്ചസഹസ്രസർഗഃ നാന്തം വ്രജാമ്യുഭയകൃത്യ മനോരഥാനാം മായാഗുണൈർഹൃതമതിർവിഷയേऽർത്ഥഭാവഃ ഏവം വസൻ ഗൃഹേ കാലം വിരക്തോന്യാസമാസ്ഥിതഃ വനം ജഗാമാനുയയുഃ തൽപത്ന്യഃ പതിദേവതാഃ തത്ര തപ്ത്വാ തപസ്തീക്ഷ്ണം ആത്മകർഷണമാത്മവാൻ സഹൈവാഗ്നിഭിരാത്മാനം യുയോജ പരമാത്മനി താ സ്വപത്യുർമഹാരാജ നിരീക്ഷ്യാധ്യാത്മികീം ഗതിം അന്വീയുസ്തൽ പ്രഭാവേണ അഗ്നിം ശാന്തമിവാർച്ചിഷഃ
ഹരി ഓം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സൗഭര്യാഖ്യാനേ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാന ഗംഗയിലേക്ക് സുസ്വാഗതം. ഇപ്പോൾ വൈവസ്വത മനുവിന്റെ മൂത്തപുത്രനായ ഇക്ഷ്വാകുവിന്റെ വംശപരമ്പരയാണ് വർണ്ണിക്കുന്നത്. ഇക്ഷ്വാകുവിന്റെ പുത്രനായ വികുക്ഷി, ശശാതൻ എന്നും അറിയപ്പെടുന്ന മുയലിനെ ഭക്ഷിച്ചവൻ, അദ്ദേഹത്തിന്റെ മകനായി പുരഞ്ജയൻ അഥവാ കകുൽസ്ഥൻ അല്ലെങ്കിൽ ഇന്ദ്രവാഹൻ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാത്മാവുണ്ടായി. അദ്ദേഹം ഇന്ദ്രനെ പോലും സ്വയം വാഹനമാക്കി ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരെ ജയിച്ച് പുരഞ്ജയനായി കകുൽസ്ഥനായി ഇന്ദ്രവാഹനായി തീർന്നു എന്നുള്ള കഥ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ പുത്രന്മാരുടെ വംശം പറഞ്ഞു. അതിൽ പരമ്പരയാ പറഞ്ഞ് യുവനാശ്വൻ എന്ന് പറഞ്ഞൊരു മഹാത്മാവിന്റെ കഥയാണ് പറഞ്ഞത്. ആ യുവനാശ്വന് സന്തതികളില്ലാതിരുന്നതും 100ഓളം ഭാര്യമാരുണ്ടായിട്ടും അവരിൽ ആരിലും സന്തതികളില്ലാതെ ഒരു വിരക്തനായി നിരാശനായി വനത്തിലേക്ക് ചെന്ന അദ്ദേഹത്തിന് അവിടെയുള്ള ഋഷീശ്വരന്മാര് കൃപാലുക്കളായിട്ട് ഒരു യജ്ഞം ചെയ്യിച്ചു. എന്നിട്ട് അതിലെ ഒരു ജപിച്ചു വെച്ച മന്ത്രജപം കഴിഞ്ഞ കലശത്തിലെ ജലം അദ്ദേഹത്തിന്റെ ഭാര്യമാർക്ക് കൊടുക്കാൻ വേണ്ടി മന്ത്രജപം ചെയ്തതാണ്. പക്ഷെ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന അദ്ദേഹം ദാഹിച്ച് എഴുന്നേറ്റ് ചെന്ന് യജ്ഞശാലയിൽ ചെന്നപ്പോൾ എല്ലാവരും ഉറങ്ങുന്നതുകൊണ്ട് ആരോടും ചോദിക്കാൻ നിന്നില്ല. കിട്ടിയ വെള്ളം എടുത്ത് കുടിച്ചു. അത് ഈ മന്ത്രജലമായിരുന്നു, പുംസവനം ജപിച്ച ജലം. അങ്ങനെ അദ്ദേഹം ഗർഭം ധരിച്ചു. അദ്ദേഹത്തിന്റെ വയറ് കീറി, വലതു ഭാഗം കീറിയിട്ട് ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയാണ് പിന്നീട് മാന്ധാതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ദ്രൻ തന്റെ തർജനി അല്ലെങ്കിൽ ദേശിനി എന്ന വിരലിലെ അമൃത സമാനമായിട്ടുള്ള പാനീയം കൊടുത്ത് സ്തന്യത്തിന് പകരം ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ എന്നെ കുടിച്ചോട്ടെ എന്നുള്ള അർത്ഥത്തില് ഞാനിവനെ ധരിച്ചു കൊള്ളാം, ഞാനിവനെ സ്തന്യപാനം ചെയ്യിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് മാം ദാദ, എന്നെ കുടിച്ചോട്ടെ എന്ന വാക്കിലുള്ള പേര് അദ്ദേഹത്തിന് വന്നു ചേർന്നതും. അദ്ദേഹത്തിന് ത്രസദ്ദസ്യു എന്ന് ഇന്ദ്രൻ തന്നെ നാമകരണം ചെയ്തു. ശത്രുക്കളെ ഭയപ്പെടുത്തുന്നവൻ, വിറപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തില്. അദ്ദേഹം ഭൂമി മുഴുവൻ, സപ്തദ്വീപവതിയായ ഭൂമിയെ മുഴുവൻ ഭരിച്ചിരുന്നു. അദ്ദേഹം ധാരാളം അശ്വമേധാദി യജ്ഞങ്ങൾ ചെയ്തു. എല്ലാറ്റിലും ഈശ്വരനെ ദർശിച്ചുകൊണ്ട് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മയുവതേന ഗന്തവ്യം, ബ്രഹ്മകർമ്മ സമാധിന എന്ന ഭാവനയോടുകൂടെ സർവവും ഈശ്വരനായി ദർശിച്ച് അദ്ദേഹം ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ഈശ്വരാരാധന ചെയ്ത് യജ്ഞങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അങ്ങനെ സൂര്യൻ എവിടെയൊക്കെ പ്രകാശിക്കുന്നുണ്ടോ ആ ദേശങ്ങളൊക്കെ, ഭൂമി മുഴുവൻ യൗവനാശ്വസ്യ മന്ദാദുഹു ക്ഷേത്രമുച്യത്തെ. അദ്ദേഹം ശശബിന്ദു എന്നൊരു മഹാത്മാവിന്റെ മകളായ ബിന്ദുമതിയിൽ 3 പുത്രന്മാരെ ജനിപ്പിച്ചു. പുരുകുൽസം, അംബരീഷം, മുചുകുന്ദം. പുരുകുൽസൻ, അംബരീഷൻ, മുചുകുന്ദൻ.
അവർക്ക് സഹോദരിമാരായിട്ട് സ്വസാരഹ പഞ്ചാശത് 50 പേരുണ്ടായിരുന്നു. അവര് സൗഭര്യം ബവ്രിരെ പതിം, സൗഭരി എന്ന മഹർഷിയെ പതിയായി വരിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് സൗഭര്യുപാഖ്യാനം എന്ന് പറയാവുന്ന സൗഭരിയുടെ കഥ, സൗഭരി മഹർഷിയുടെ കഥ. മാന്ധാതാവിന്റെ 50 കന്യകമാരെ സൗഭരി വിവാഹം കഴിച്ചതും അദ്ദേഹത്തിന്റെ ശിഷ്ടജീവിതവും അദ്ദേഹത്തിന്റെ ഗതിയും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം പൂർണ്ണമാകുന്നത്. അപ്പൊ നമുക്ക് 39 ശ്ലോകം മുതൽക്ക് കാണാം സൗഭരി ഉപാഖ്യാനം. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ നവമസ്കന്ധേ ഷഷ്ഠോധ്യായഃ. 39 ശ്ലോകം. ശ്രീശുക ഉവാച. യമുനാന്തർജലേ മഗ്നഃ തപ്യമാനഃ പരന്തപഃ നിർവൃതിം മീനരാജസ്യ വീക്ഷ്യ മൈഥുനധർമ്മിണഃ ജാതസ്പൃഹോ നൃപം വിപ്രഃ കന്യാം ഏകാം അയാചത സോപ്യാഹ ഗൃഹ്യതാം ബ്രഹ്മൻ കാമം കന്യാം സ്വയംവരേ. യമുനാന്തർജലേ മഗ്നഃ തപ്യമാനഃ പരന്തപഃ മീനരാജസ്യ മിണഃ ജാതസ്പൃഹോ നൃപം വിപ്രഃ കന്യാം ഏകാം അയാചത സോപ്യാഹ ഗൃഹ്യതാം ബ്രഹ്മൻ കാമം കന്യാം സ്വയംവരേ. യമുനാന്തർജലേ മഗ്നഃ തപ്യമാനഃ പരന്തപഃ. അപ്പോ പൂർവ്വശ്ലോകത്തില് സൗഭരിയെ കുറിച്ചാണ് പറഞ്ഞു വെച്ചത്. ആ സൗഭരിയെ പറയണം. യമുനാന്തർജലേ മഗ്നഃ തപ്യമാനഃ. യമുനാന്തർജലം കാളിന്തിയുടെ ജലം, അതിലെ അന്തർഭാഗത്ത് ഉള്ളിൽ മഗ്നഃ മുങ്ങിക്കിടന്നുകൊണ്ട് തപ്യമാനഃ വളരെ വർഷം തപസ് അനുഷ്ഠിക്കുന്ന ഒരു മഹാത്മാവായിരുന്നു സൗഭരി എന്ന മഹർഷി. പരന്തപഃ. അദ്ദേഹം പരന്തപനായിരുന്നു, ഉത്കൃഷ്ടമായ തപസ്സിനെ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തില്, ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല, പരമമായ തപസ്സിനെ. തപ്യമാന പരം തപഃ. പരം തപഃ തപ്യമാനഃ. പരമമായ തപസ്സിനെ തപിക്കുന്നവനായിട്ട് യമുനാന്തർജലത്തിൽ മഗ്നനായിരുന്നു. എന്നിട്ടോ അവിടെ വെള്ളത്തിൽ എപ്പോഴോ കണ്ണു തുറന്നു, കണ്ണടച്ചിരിക്കുന്ന ആള് മീനരാജസ്യ, അങ്ങനെയുള്ള മൈഥുനധർമ്മിണഃ മീനരാജസ്യ നിർവൃതിം വീക്ഷ്യ ജാതസ്പൃഹോ. അടുത്ത ശ്ലോകത്തിലെ ജാതസ്പൃഹ ഇവിടേക്ക് ചേർത്ത് വെക്കണം, അപ്പോഴാണ് ഒരു അർത്ഥമുള്ള വാചകമാവുക. അതാണ് ഒന്നിച്ചു വായിച്ചത്. എന്താണ്? മൈഥുനധർമ്മിണഃ മീനരാജസ്യ നിർവൃതിം വീക്ഷ്യ ജാതസ്പൃഹ. മൈഥുനധർമ്മിണഃ. മൈഥുനധർമ്മം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥധർമ്മം അല്ലെങ്കിൽ ഭാര്യാഭർത്തൃധർമ്മം, ദാമ്പത്യധർമ്മം. അപ്പൊ മത്സ്യങ്ങൾ പരസ്പരം ഇണചേരുന്നത് കണ്ടു. മത്സ്യങ്ങൾ ദമ്പതികളായിട്ട് ഇണചേരുന്നത് കണ്ടു. ഇണചേരുകയും അവരുടെ അവരനുഭവിക്കുന്നതായിട്ടുള്ള നിർവൃതി എന്ന് പറഞ്ഞുകൂടെ, മീനരാജസ്യ, മീനരാജാവായിട്ടുള്ള ആ ജലാശയത്തിലെ മത്സ്യരാജാവിന്റെ നിർവൃതിയെ വീക്ഷ്യ കണ്ടിട്ട് ജാതസ്പൃഹ, സ്വയം ഉള്ളിൽ സ്പൃഹജാതമായി. അപ്പോ എന്താ പറയുക, നമ്മള് കണ്ണും കാതും ഒക്കെ തുറന്നു വെച്ചാൽ, നാവും ഒക്കെ തുറന്നു വെച്ചാൽ അതിലേക്ക് പലതും വന്നു ചേരും. അതെല്ലാം നമ്മളെ കൂടുതൽ കൂടുതൽ പ്രലോഭനങ്ങളിലേക്ക്, പുതിയ പുതിയ വാസനകളിലേക്ക് ഒക്കെ വലിച്ചഴച്ച് കൊണ്ടുപോകും അല്ലെ? ഇതുവരെ കാണാത്തത് പലതും, കേൾക്കാത്തത് പലതും നമ്മള് ഓരോന്നും കേട്ട് കേട്ട് ശീലിച്ച്
അത് വീണ്ടും കേൾക്കണം എന്നുള്ളതായിട്ടുള്ള താല്പര്യം, വാസന വളർന്നു വന്ന് സംഗാത് സഞ്ജായതേ കാമഃ ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ ഈ മത്സ്യരാജാവിന്റെ മത്സ്യദമ്പതികളുടെ ദാമ്പത്യ ലീലകൾ കണ്ട് ഭാര്യാഭർത്താക്കന്മാരെ പോലെ അവരിങ്ങനെയാണ് ചേർന്ന് കളിച്ച് നടക്കുന്നതും പരസ്പരം മുട്ടി ഒരുമ്മി അല്ലെ അവരുടെ രീതിയിലുള്ളതായിട്ടുള്ള ചുംബനങ്ങളും ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ മുട്ടി ഉരുമ്മി പോകുന്നതും എല്ലാം അദ്ദേഹം വളരെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലോണം വീക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഉള്ളിലും അതിന്റെ നിർവൃതിയെ കണ്ടിട്ട് അവരനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട് അല്ലെ, ഗൃഹസ്ഥാശ്രമികളുടെ ആനന്ദം, ആ മൈഥുനത്തിൽ നിന്നുള്ളതായിട്ടുള്ള ആനന്ദം, അത് കണ്ടിട്ട് ജാതസ്പൃഹ, സ്വയം സ്പൃഹ ജാതമായി എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കാമം ജനിച്ചു, കൊതി ജനിച്ചു എന്നർത്ഥം. ഉടനെ കരയ്ക്ക് കയറി. അപ്പൊ അതിനൊക്കെ കാരണമായിട്ടുള്ളൊരു സംഭവം ഇനി നമ്മൾ ദശമസ്കന്ധത്തിൽ ഈ സൗബരി മഹർഷിയുടെ ഒരു ശാപത്തെ കുറിച്ച് കാണും. നമ്മുടെ ഗരുഡനെ ശപിച്ചിട്ടുണ്ട് ഈ സൗബരി മഹർഷി. ഇദ്ദേഹം യമുനയിൽ ഇങ്ങനെ തപസ് ചെയ്യുന്ന കാലത്ത് ഗരുഡൻ വന്ന് മത്സ്യങ്ങളെ പിടിച്ച് ഭക്ഷിക്കും, ജലജന്തുക്കളെ പിടിച്ച് ഭക്ഷിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് എന്താ പറയുക, വെള്ളത്തിൽ കിടക്കുന്ന ജന്തുക്കളോടൊക്കെയുള്ള സ്നേഹാധിക്യം കൊണ്ട്, മമത കൊണ്ട് തന്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെ സഹവാസികളോ ആയിരിക്കുന്ന ജലജന്തുക്കളെ ആരോ ഒരു അന്യൻ വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നൊരു പ്രതീതി. ഉടനെ അദ്ദേഹത്തെ ശപിച്ചു, മേലിൽ ഇവിടെ വന്ന് നീ മത്സ്യങ്ങളെ ഭക്ഷിച്ചാൽ നിനക്ക് മരണം സംഭവിക്കും എന്ന് പറഞ്ഞ് ഗരുഡനെ ശപിച്ചു. ആ ഗരുഡൻ വാസ്തവത്തിൽ ഈശ്വര സൃഷ്ടിയാണ്, ഭഗവാന്റെ വാഹനമാണ്. അദ്ദേഹത്തിന്റെ ഭക്ഷണം അദ്ദേഹം വന്ന് കഴിക്കുന്നു ആവശ്യമുള്ളപ്പോൾ. അതിനെ തടയിടാൻ മനുഷ്യർക്ക് യാതൊരു അവകാശവും ഇല്ല. അതിലൊന്നും തലയിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ തപസ്വിക്ക്. അപ്പൊ അദ്ദേഹം ഇങ്ങനൊരു ക്രോധം കൊണ്ട് ഇങ്ങനൊരു ശാപം ഗരുഡന് കൊടുത്തു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ തപസ്സിന്റെ ശക്തി കുറെ ക്ഷയിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ വാസന വളർന്നു വന്നത് എന്ന് നമുക്ക് പറയാം. എല്ലാം കൂടി ചേർത്ത് വായിക്കാം. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടി മുമ്പുണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഗരുഡൻ കാളിന്തിയിൽ വരാതായതും കാളിയൻ ഗരുഡൻ വരില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഗരുഡനിൽ നിന്ന് അഭയം പ്രാപിക്കാൻ ബാലികേറാമലയിൽ സുഗ്രീവൻ കയറിയിരുന്നത് പോലെ ഗരുഡൻ വരാത്ത സ്ഥാനത്ത് ഗരുഡന്റെ ശത്രുവായ കാളിയൻ അഭയം പ്രാപിക്കുന്നു. എന്നിട്ടോ ആ കാളിയനെ കൊണ്ട് പിന്നെ എല്ലാ ദ്രോഹവും ആ കാളിന്തിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ഉണ്ടാവുന്നു, എല്ലാറ്റിനെയും ഭക്ഷിക്കുന്നു, എല്ലാം നശിക്കുന്നു. കാളിന്തി മൊത്തം വിഷലിപ്തമായി മാറുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അങ്ങേരുടെ പണി നോക്കി പോയി. അതാ പറ്റിയത്. കാവല് കിടക്കാൻ ഇങ്ങേരുണ്ടായില്ല, സൗബരി കാവല് കിടന്നില്ല. അപ്പൊ പിന്നെ തന്റെ പണിയല്ലാത്തടത്ത് പിന്നെ എന്തിനാ പിന്നെ തലയിടാൻ പോയത് അല്ലേ? തന്റെ പണി കാവല് കിടക്കലല്ല, താൻ വന്നു തന്റെ പണി നോക്കി പോവുക, തപസ് അനുഷ്ഠിക്കുക, ലോകത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഈ വെള്ളത്തിന്റെ അടിയിൽ വന്ന് തപസ് അനുഷ്ഠിച്ചത്. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് വെള്ളത്തിന്റെ അടിയിൽ വന്നതാണ്. അവിടെ വന്നപ്പോ നമ്മുടെ ജഡഭരതന് എല്ലാം ഉപേക്ഷിച്ച് വന്ന് മാൻകുട്ടിയോട് ബന്ധമുണ്ടായതുപോലെ ഇദ്ദേഹത്തിന് മത്സ്യങ്ങളോടായി മമത. മത്സ്യങ്ങൾ കുടുംബക്കാരായി മാറി, സ്വന്തക്കാരായി മാറി. അപ്പൊ ഇങ്ങനെ ആ മത്സ്യങ്ങളുടെ ദാമ്പത്യം കണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് ആ ആഗ്രഹം ജനിച്ചു, സ്പൃഹാം ജാത. എന്നിട്ട് എന്ത് ചെയ്തു? വിപ്രഹ നൃപം കന്യാം ഏകാം അയാചത. ഈ ബ്രാഹ്മണനാണ്, ഇദ്ദേഹം സന്യസിച്ചു വന്ന ആളാണ്. എന്നിട്ടും എന്ത് ചെയ്തു? നൃപം അവിടുത്തെ ഉടനെ തന്നെ കരയ്ക്ക് കയറിയിട്ട് അവിടുത്തെ രാജാവിനെ ചെന്ന് തല കാണിച്ചു. ആരാ രാജാവ്? നമ്മുടെ മാന്ധാതാവ്, യൗവനാശ്വൻ അല്ലെ, ത്രസദ്ദസ്യു എന്നൊക്കെ അറിയപ്പെടുന്ന മാന്ധാതാവിനെ ചെന്ന് തല കാണിച്ചു. എന്നിട്ടോ കന്യാം ഏകാം അയാചത, ഏകാം കന്യാം അയാചത, അദ്ദേഹത്തോട് ഒരു കന്യകയെ തനിക്ക് തരാനായിട്ട് യാചിച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 50 മക്കളുണ്ട്. അപ്പൊ അങ്ങേക്ക് 50 പെൺകുട്ടികളുണ്ട്, അതിലൊന്ന് ഈ ബ്രാഹ്മണനായിട്ടുള്ള എനിക്ക് ദാനം ചെയ്യൂ എന്ന് കന്യാദാനത്തിനായിട്ട്
അപേക്ഷിച്ചു. അപ്പോഴോ സോപി ആഹ ഗൃഹ്യതാം ബ്രഹ്മൻ കാമം കന്യാം സ്വയം വരേ. സോപി ആഹ അദ്ദേഹവും പറഞ്ഞു, മാന്ധാതാവ് പറഞ്ഞു. മാന്ധാതാവ് എന്താ പറഞ്ഞത്? ഗൃഹ്യതാം ബ്രഹ്മൻ, സ്വീകരിച്ചോളൂ ബ്രാഹ്മണോത്തമ, കാമം കന്യാം സ്വയം വരേ. കാമം ഗൃഹ്യതാം എന്ന് പറഞ്ഞാൽ യഥേച്ഛ, ഇച്ഛയ്ക്കനുസരിച്ച് യഥേഷ്ടം അങ്ങ് ഗ്രഹിച്ചോളൂ. സ്വയം വരെ, സ്വയംവരം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കാണ് അവിടെ പ്രാധാന്യം. അവൾ സ്ത്രീകളിൽ ആ 50 പേരിൽ ആരെങ്കിലും അങ്ങയെ സ്വയം വരിക്കുന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് അവരെ വരിച്ചോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല, കുട്ടികൾക്ക് സമ്മതമായിരിക്കണം. അപ്പോൾ ഇദ്ദേഹം ഈ വെള്ളത്തിൽ കിടന്ന് വന്ന് തപസ്വിയായിട്ടുള്ള അദ്ദേഹം വയസ്സനായിട്ടുണ്ട്. ശരീരം മുഴുവൻ മത്സ്യങ്ങളെ പോലെ ചെതുമ്പലുകൾ വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് മത്സ്യങ്ങളുടെ ശരീരം പോലെ ചുളുക്ക് അല്ലെങ്കിൽ ചെതുമ്പലുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആര് കണ്ടാലും ഒരു അറപ്പ് തോന്നും. മനുഷ്യർക്ക് പറ്റിയ വേഷമല്ലല്ലോ, മത്സ്യമാണെങ്കിൽ കുഴപ്പമില്ല, മത്സ്യത്തിന് അത് ഭൂഷണമാണ്. മനുഷ്യന്റെ ശരീരത്തിൽ ചെതുമ്പല് എന്ന് പറഞ്ഞാൽ അതൊരു അറപ്പുളവാക്കുന്നതാണ്. അതുകൊണ്ട് രാജാവിന് തന്റെ മക്കളെ എങ്ങനെയാ അവർക്ക് ഇഷ്ടമില്ലാതെ ഇങ്ങനെ ഒരു വികൃതനായിട്ടുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് ധർമ്മനിഷ്ഠനായിട്ടുള്ള അദ്ദേഹത്തിന് തോന്നി. പക്ഷേ എന്താണ് ഈശ്വര നിശ്ചയം എന്ന് അറിയില്ല. മാത്രമല്ല ഇനിയിപ്പോ കുട്ടികൾക്ക് ഇഷ്ടമായാൽ എന്താ ചെയ്യുക, അതും അറിയില്ല, തനിക്കറിയില്ല. അപ്പൊ തനിക്ക് ഒന്നിനും വിരോധമില്ല. അങ്ങേക്ക് ഈ യോഗം ഉണ്ടെങ്കിൽ ഏതെങ്കിലും എന്റെ മക്കളിൽ ആരെങ്കിലും ഒരാൾ അങ്ങയെ സ്വീകരിച്ചാൽ അങ്ങ് കൊണ്ടുപോയിക്കോളൂ, ഞാൻ തടയില്ല, എനിക്ക് വിരോധമില്ല എന്ന മട്ടില് അദ്ദേഹം ധാർമ്മികനായിട്ട് ഈ ബ്രാഹ്മണനെ നിരാകരിച്ചില്ല. അദ്ദേഹം അപേക്ഷിച്ചപ്പോൾ അതിനെ അംഗീകരിച്ചു. എന്നിട്ട് പെൺകുട്ടികളോട് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോ എന്ത് സംഭവിച്ചു പിന്നീട്? സവിചിന്യ അപ്രിയം സ്ത്രീണാം ജരഢോയം അസമ്മതഃ വലീപലിതയേജത്കഃ ഇത്യഹം പ്രത്യുദാഹൃതഃ സാധയിഷ്യേ തദാത്മാനം സുരസ്ത്രീണാമപീപ്സിതം കിം പുനർമനുജേന്ദ്രാണാം ഇതി വ്യവസിതഃ പ്രഭുഃ. സവിചിന്യ പ്രിയം സ്ത്രീണാം ജരഢോയം അസമ്മതഃ വലീപലിതയേജത്കഃ ഇത്യഹം പ്രത്യുദാഹൃതഃ സാധയിഷ്യേ തദാത്മാനം സുരസ്ത്രീണാമപീപ്സിതം കിം പുനർമനുജേന്ദ്രാണാം ഇതി വ്യവസിതഃ പ്രഭുഃ. സഹ ജരടഃ, ജരടൻ എന്ന് പറഞ്ഞാൽ ജരബാധിച്ചവൻ, വൃദ്ധൻ എന്നർത്ഥം. അപ്പൊ സ്വയം വൃദ്ധനായിരിക്കുന്ന ജരാനരകൾ ബാധിച്ചവനും വലീപലിതഃ എന്നും പറയുന്നുണ്ട്. വലീപലിതൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ വലികൾ എന്ന് പറഞ്ഞാൽ ചുളിവുകൾ, പലിതം എന്ന് പറഞ്ഞാൽ നരച്ചത്. അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി മുഞ്ചത്യാശാപിണ്ഡം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ശങ്കരാചാര്യ പാടിയത് ഓർമ്മയില്ലേ? അംഗം ഗളിതം പലിതം മുണ്ടം. മുണ്ടം എന്ന് പറഞ്ഞാൽ ശിരസ്സാണ്. ശിരസ് പലിതം, നരച്ച് വെളുത്തു. ശരീരത്തിലെ രോമങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ വെളുത്തു എന്നർത്ഥത്തില് പലിത, പലിത, വലികൾ വീണവനും ശരീരത്തിൽ ചുളിവുകൾ വീണവനും തല നരച്ചവനും ഒക്കെ ആയിട്ടുള്ള ജരടനായിട്ടുള്ള ഇദ്ദേഹത്തെ ഏജത് കഹ, കഹ ശബ്ദത്തിന് ശിരസ് എന്നാണ് അർത്ഥം. കന്ദരം എന്താർത്ഥം? കഴുത്ത്. കം ദരദീതി കന്ദരഹ. അപ്പൊ ശിരസ് എന്താണ്? കഹ, ശിരഹ എന്നർത്ഥം. കഹ ശബ്ദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ബ്രഹ്മദേവൻ, പ്രജാപതി എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പിന്നെ ചോദ്യത്തിലായാൽ ആര് എന്നുള്ള അർത്ഥത്തിലായി സർവനാമ ശബ്ദം. ഇവിടെ കഹ ശബ്ദത്തിന് ശിരസ് എന്നർത്ഥം. ഏജത് കഹ, ഏജതി എന്ന് പറഞ്ഞാൽ കമ്പതേ എന്നർത്ഥമാണ്. ഈശാവാസ്യ ഉപനിഷത്തില് മന്ത്രത്തിൽ പറയും, തദ്ദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്ദികേ തദന്തരസ്യ സർവസ്യ തദു സർവസ്യാസ്യ ബാഹ്യതഃ. തദ്ദേജതി തന്നൈജതി, ആ ബ്രഹ്മത്തെ കുറിച്ച് പ്രതിപാദിക്കണം. അത് ഏജതി, അത് ഇളകുന്നതാണ്. തന്നൈജതി, അത് ഇളകുന്നതല്ലേനും. രണ്ടുമല്ല. ഒരു ദൃഷ്ടിയിൽ ഇളകുന്നതും മറ്റേ ദൃഷ്ടിയിൽ
പാരമാർത്ഥിക ദൃഷ്ടിയിൽ ഇളകാത്തതും വ്യാവഹാരിക ദൃഷ്ടിയ എല്ലാം ഇളകുന്ന എല്ലാറ്റിനും അസ്തിത്വം കൊടുക്കുന്നത് അതായതുകൊണ്ട് അത് ഇളകുന്നത്. തദ്ദൂരേ തത്വ അന്തികെ, അത് ഏറ്റവും ദൂരെയുമുണ്ട്, ഏറ്റവും അടുത്ത ആത്മാവായിട്ടും ഉണ്ട്. തത് അന്തരസ്യ സർവസ്യ, അതെല്ലാറ്റിന്റെയും അകത്തുണ്ട്. തത് സർവസ്യാസ്യ ബാഹ്യത, അതെല്ലാറ്റിന്റെയും പുറത്തുമുണ്ട് എന്ന് ഈശാവാസ്യ ഉപനിഷത്തില് ബ്രഹ്മതത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മന്ത്രത്തിൽ ജതി എന്ന് പറഞ്ഞാൽ കമ്പതേ, ചലിക്കുന്നു എന്നർത്ഥമാണ്. അപ്പൊ ഇവിടെ ഏജത് കഹ എന്ന് പറഞ്ഞാലോ തല ഉറച്ചു നിൽക്കുന്നില്ല. കൊച്ചുകുട്ടികൾ നമ്മൾ ഒരു 3 മാസത്തിനൊക്കെ മുമ്പുള്ള കൊച്ചുകുട്ടികളെ എടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം എടുക്കാൻ, അല്ലേ? എന്താ കാരണം തല ഉറച്ചിട്ടില്ല, കഴുത്തുറച്ചിട്ടില്ല, തല കടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് സപ്പോർട്ട് ചെയ്തെടുക്കണം. അതുപോലെയാണ് വയസ്സായി കഴിഞ്ഞാലും തലയൊന്നും ചിലപ്പോൾ വിളിച്ച വഴിക്ക് നിൽക്കില്ല, അതിനൊരു സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ ഏജത് കഹ, ചലിക്കുന്ന കഴുത്ത്, വിറയ്ക്കുന്ന കഴുത്ത്, അല്ലെങ്കിൽ തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയില് അങ്ങനെയുള്ളൊരു പ്രായമായി, അത്യന്തം വാർദ്ധക്യം ബാധിച്ചത് സൂചിപ്പിക്കുകയാണ്. ജരട വലീപലിത ഏജത് കഹ, അങ്ങനെയുള്ള അയം ഈ ഉള്ളവൻ സ്ത്രീണാം അസമ്മത ഇതി അപ്രിയം വിചിന്യ അഹം പ്രത്യുദാഹൃത, അദ്ദേഹം ഊഹിച്ചു. ഈ രാജാവ് പ്രത്യുദാഹൃത, എന്നോട് ഒരു തരത്തില് നെഗറ്റീവായിട്ടാണല്ലോ മറുപടി പറഞ്ഞത്. തരാമെന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞില്ലല്ലോ. കിട്ടുകയാണെങ്കിൽ എടുത്തിട്ട് പൊക്കോളൂ എന്നല്ലേ. സ്ത്രീകൾക്ക് സമ്മതമാണെങ്കിൽ എന്റെ മക്കൾക്ക് അവര് സ്വയംവരത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്നല്ല. അപ്പൊ നിരാകരിച്ചതിന് തുല്യമാണ്. അതാണ് പ്രത്യുദാഹൃത. അപ്പോ ഇത് അപ്രിയം വിചിന്യ, എന്റെ ഈ കോലം കണ്ടിട്ട് അപ്രിയം വിചാരിച്ചിട്ടാണ് എങ്ങനെ എന്റെ സുന്ദരികളായ യുവതികളായിട്ടുള്ള മക്കൾക്ക് ഇതുപോലൊരു വൃദ്ധനെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടാണ് തഥാ അഹം പ്രത്യുദാഹൃത, ഞാൻ നിരാകരിക്കപ്പെട്ടത്, മറുപടി ഇങ്ങനെ പറയപ്പെട്ടത്, വിപരീതമായി പറയപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? സ്വയം ചിന്തിച്ചു. തഥാ ആത്മാനം സുരസ്ത്രീണാമപി ഈപ്സിതം സാധയിഷ്യേ. I will make myself as handsome as the, എന്താ പറയുക, സ്വർഗത്തിലെ ദേവസ്ത്രീകൾ പോലും കൊതിക്കുന്ന രീതിയിൽ. അതാണ് സുരസ്ത്രീണാമപി ഈപ്സിതം സാധയിഷ്യേ. സുരസ്ത്രീകൾക്ക് പോലും ഈപ്സിതനായിട്ട് ഞാൻ എന്നെ മാറ്റും, എന്റെ തപശക്തി കൊണ്ട്, എന്റെ സിദ്ധി കൊണ്ട്. ആത്മാനം സാധയിഷ്യേ, ഐ വിൽ മേക്ക് മൈസെൽഫ്. അപ്പോ അങ്ങനെ ചിന്തിച്ചിട്ട്, അപ്പൊ പിന്നെ ദേവസ്ത്രീകളെ എന്നിൽ മയങ്ങുകയാണെങ്കിൽ പിന്നെ മനുജേന്ദ്രാണാം കിം പുനഃ, മാനവ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ സ്ത്രീകളുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഇതി ഇപ്രകാരം ചിന്തിച്ച് പ്രഭുഹു സഹ വ്യവസിത, ശക്തനായ പ്രഭുവായ പ്രഭാവമുള്ള തപസ്സിദ്ധിയുള്ളതായിട്ടുള്ള അദ്ദേഹം വ്യവസിത നിശ്ചയം കൃതവന്തഃ, നിശ്ചയം കൃതവാൻ, അദ്ദേഹം സ്വയം നിശ്ചയത്തെ ചെയ്തു. വ്യവസായം എന്ന് പറഞ്ഞാൽ നിശ്ചയം. അപ്പൊ അങ്ങനെ തീരുമാനിച്ചു, എന്തായാലും ഒരു പണി ചെയ്തളയാം, തന്നെ മന്മഥനാക്കി കളയാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മുനിഃ പ്രവേശിത ക്ഷത്ര കന്യാന്തഃ പുരം വൃദ്ധിമത് വൃതശ്ച രാജകന്യാഭിഃ ഏകഃ 50 വരഃ. മുനിഃ പ്രവേശിത ക്ഷത്ര കന്യാന്തഃ പുരം വൃദ്ധിമത് വൃതശ്ച രാജകന്യാഭിഃ ഏകഃ 50 വരഃ. അദ്ദേഹം മുനി ക്ഷത്രാസഹ എന്നർത്ഥം. ക്ഷത്ര എന്ന് പറഞ്ഞാൽ ഒരു രാജഭടനോടുകൂടി, ക്ഷത്രിയനോടുകൂടെ, ഭൃത്യനോടുകൂടെ എന്നൊക്കെ അർത്ഥത്തില് ക്ഷത്ത എന്നുള്ള ശബ്ദത്തിന് രാജഭടൻ അർത്ഥമാണ്. ക്ഷത്ര എന്നുള്ളത് തൃതീയ വിഭക്തി. രാജഭടനോടുകൂടെ പ്രവേശിത. അപ്പോ ഭടൻ അകമ്പടിയായിട്ട് കൂടെ ചെന്നു. അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് എന്താ പറയുക, സാങ്ഷൻ ചെയ്യണ്ടേ, അച്ഛന്റെ അനുമതി കുട്ടികളെ അറിയിക്കണ്ടേ, മാത്രമല്ല വഴി കാണിച്ചു കൊടുക്കണ്ടേ കുട്ടികളുടെ അന്തഃപുരത്തിലേക്ക്. അപ്പൊ വൃദ്ധനായിട്ടുള്ള ആളുമാണ് അദ്ദേഹത്തിനെ സഹായിച്ചുകൊണ്ട് ഒരു രാജഭടൻ കൂടെ ചെന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഈ മുനി പ്രവേശിച്ചു. എവിടെ? കന്യാ അന്തഃപുരം.
കന്യകമാരുടെ അന്തഃപുരം അതെങ്ങനെയുള്ളത്? ഋദ്ധിമത് സമൃദ്ധിമത് ഐശ്വര്യപൂർണമായിരിക്കുന്ന രാജകീയമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളതായിട്ടുള്ള അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ കുട്ടികളാരും മോശക്കാരല്ല, നല്ല പ്രിവിലേജസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കന്യകമാരാണ്. വൃതശ്ച രാജകന്യാഭിഹി ഏകഃ പഞ്ചശതാവരഃ. അപ്പൊ പ്രവേശിത മുനി പഞ്ചശത രാജകന്യാഭിഹി ഏകഃ വരഃ വൃതഃ. അദ്ദേഹം അച്ഛൻ പറഞ്ഞത് അവിടെ ചെന്ന് പറഞ്ഞു. മാന്ധാതാവ് എങ്ങനെയാ പറഞ്ഞത്? നിങ്ങളിൽ ആരെങ്കിലും എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ എനിക്ക് അനുമതി തന്നിട്ടുണ്ട്. എന്നെ നിങ്ങളിൽ ആരെങ്കിലും സ്വയംവരം ചെയ്യുന്നോ എന്നവിടെ ചോദിച്ചു. അപ്പോ പഞ്ചശത രാജകന്യാഭിഹി 50 രാജകന്യകമാരാലും ഏകഃ വരഃ വൃതഃ ഈ ഒരേ ഒരാൾ തന്നെ ഭർത്താവായി വരിക്കപ്പെട്ടു. 50 പേരും ഒരേപോലെ ഒരേ അഭിപ്രായത്തിൽ ഞാൻ തയ്യാർ, ഞാൻ തയ്യാർ, ഞാൻ തയ്യാർ, എന്നെ വിവാഹം കഴിച്ചോളൂ എന്ന് ഓരോരുത്തരും പറഞ്ഞു. എന്നിട്ടോ താസാം കലിരഭൂത് ഭൂയാൻ തദർത്തേ അബോഹ്യ സൗഹൃദം മമാനുരൂപോ നായം വഹ ഇതി തദ്ഗതചേതസാം. അവര് തമ്മിൽ വഴക്ക് കൂടുകയാണ്, പെണ്ണുങ്ങൾ തമ്മില്. താസാം കലിരഭൂത് ഭൂയാൻ തദർത്തേ അബോഹ്യ സൗഹൃദം മമാനുരൂപോ നായം വഹ ഇതി തദ്ഗതചേതസാം. അപ്പോ തദ്ഗതചേതസാം താസാം താസാം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകൾക്ക് തദ്ഗത ചേതസ്സുകളായി അവനിൽ തന്നെ മനസ്സുറപ്പിച്ചു. കാരണം കാമദേവനേക്കാൾ സുന്ദരൻ മഹർഷി സിദ്ധി കൊണ്ട് തന്നെ സുന്ദരനാക്കി മാറ്റി. ദേവസ്ത്രീകൾ പോലും കൊതിക്കുന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിൽ തദ്ഗത ചേതസ്സുകളായി അവനിൽ പ്രവേശിച്ച മനസ്സോടുകൂടി, ഉറച്ച മനസ്സോടുകൂടി താസാം കലിഹി അബൂദ് അവർ തമ്മില് കലഹം ഭവിച്ചു എന്നാണ്. കലിഹി അബൂദ് എന്തിനായിക്കൊണ്ട്? തദർത്ഥേ അവനെ ഉദ്ദേശിച്ചുകൊണ്ട്. എങ്ങനെയുള്ള കലി? ഭൂയാൻ ഭൂയാൻ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച കലി, ഭയങ്കര ചണ്ട എന്നർത്ഥം. അവര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബഹളം ആരംഭിച്ചു. എന്താ അവര് പറഞ്ഞത്? അവർ തമ്മില് തദർത്ഥേ സൗഹൃദം അപോഹ്യ തമ്മിലുള്ള സൗഹൃദത്തെ വെടിഞ്ഞു. ഇത്രയും കാലം നല്ല സഹോദരിമാരായിരുന്നവരാണ്, നല്ല സ്നേഹത്തിലിരുന്നവരാണ്. ആ സ്നേഹമൊക്കെ വെടിഞ്ഞു. ഇപ്പോ അവരുടെ സ്വാർത്ഥത, അവരുടെ കാമം അവരെ കീഴടക്കി. അങ്ങനെ ഓരോരുത്തരും ബാക്കി 49 പേരോടും മത്സരമായി അവരുടെ സൗഹൃദമെല്ലാം വെടിഞ്ഞു. എന്നിട്ട് അയം മമ അനുരൂപ, ഇങ്ങനെ എനിക്കാണ് അനുരൂപൻ, വഹന നിങ്ങൾക്കുള്ളതല്ല. വഹ എന്ന് പറഞ്ഞാൽ യുഷ്മഭ്യം യുഷ്മാകം എന്നൊക്കെ അർത്ഥം. യുഷ്മാകൻ നഹ നിങ്ങൾക്കുള്ളതല്ല. ഇതി ഭൂയാൻ കലിഹി അഭൂത്. ഇങ്ങനെ വളരെ മഹത്തായ വലിയതായിട്ടുള്ള കലഹമുണ്ടായി. അപ്പൊ 50 പേരും തമ്മിൽ തല്ലാൻ തുടങ്ങി, അല്ലെങ്കിൽ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. പിടിയും വലിയും ആരംഭിച്ചു. ഇവൻ എനിക്കാണ് യോഗ്യൻ, ഞാനാണ് ഇദ്ദേഹത്തിന് ഭാര്യയാവാൻ യോഗ്യ, ഞാനാണ് ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുക, നിങ്ങളൊക്കെ മാറി നിൽക്കിൻ എന്ന് പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. നിങ്ങൾക്കൊന്നും അർഹതയില്ല, യോഗ്യതയില്ല എന്ന് അവർ തമ്മിൽ അഹം അഹം എന്ന് പറഞ്ഞ് അവരുടെ ആ സ്വാർത്ഥത തലപൊക്കി. അപ്പോഴോ അദ്ദേഹം വിചാരിച്ചു, 50 അങ്ങോട്ട് സ്വീകരിച്ചളയാം, അവരുടെ കലഹവും മാറ്റാം, തന്റെ എന്താ പറയുക പ്രശ്നങ്ങളും തീർക്കാം, തനിക്കുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് സന്തോഷിക്കാമെന്നാണ് വിചാരിച്ച്. ഇനിയിപ്പോ 50 കൊണ്ടുപോയി 50 ഇരട്ടി സന്തോഷിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. സബഹ്രുജസ്താഭിരപാരണീയ തപ ശ്രിയാനർഘ്യ പരിച്ഛദേഷു ഗൃഹേഷു നാനോപവനാമലംബസ്സരസ്സു സൗഗന്ധിക കാനനേഷു മഹാർഹശയ്യാസന വസ്ത്രഭൂഷണ സ്നാനാനുലേപാഭ്യവഹാരമല്യകൈഃ സ്വലംകൃത സ്ത്രീ പുരുഷേഷു നിത്യതാ രേമേനുഗായദ്വിജഭൃംഗബന്ദിഷു സബഹ്രുജസ്താഭിരപാരണീയ പരിച്ഛദേഷു ഗൃഹേഷു നാനോപവനാമലംബസ്സരസ്സു സൗഗന്ധിക കാനനേഷു മഹാർഹശയ്യാസന വസ്ത്രഭൂഷണ സ്നാനാനുലേപാഭ്യവഹാരമല്യകൈഃ സ്വലംകൃത സ്ത്രീ പുരുഷേഷു നിത്യധാരേ മേനുഗായദ്വിജഭൃംഗബന്ദിഷു. അദ്ദേഹം സ്വീകരിച്ചു 50 പേരെയും. എന്താ അദ്ദേഹം? ആരാണ് അദ്ദേഹം? ബഹ്രുജഃ.
ബഹ്റുജ അനേക മന്ത്രങ്ങൾ അറിയുന്നവൻ, ഋക്കുകൾ അറിയുന്നവൻ. ഋക്ക് അതിന്റെ ബഹുവചനമാണ് ഋചഹ, മന്ത്രങ്ങൾ എന്നാണ് ഋക്ക് ശബ്ദത്തിന് അർത്ഥം. അപ്പോ അനേക ബഹുവായ ഋക്കുകൾ അറിയുന്ന, അനേക വേദമന്ത്രങ്ങൾ അറിയുന്നവനായിട്ടുള്ള അപാരണീയ തപശ്രിയ, അദ്ദേഹത്തിന്റെ അപാരണീയം എന്ന് വെച്ചാൽ ആർക്കും തടയാൻ പറ്റാത്തതായിട്ടുള്ള, പരിച്ഛേദിക്കാൻ പറ്റാത്തതായിട്ടുള്ള തപസ്സിന്റെ ശ്രീ കൊണ്ട്, ഐശ്വര്യം കൊണ്ട്, തപസ്സിന്റെ മഹിമ കൊണ്ട്, താബിഹി അവരോടുകൂടെ, ആ സ്ത്രീകളോടുകൂടെ എന്തൊക്കെ ചെയ്തു? അനർഘ്യപരിച്ഛദേഷു ഗൃഹേഷു. അനർഘ്യം എന്ന് പറഞ്ഞാല് വിലമതിക്കാനാവാത്തത്, അങ്ങനെയുള്ള ഗൃഹേഷു, പരിച്ഛദേഷു ഗൃഹേഷു. പരിച്ഛദങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളൊക്കെ ഉള്ളത്, വീട്ടുപകരണങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ഗൃഹങ്ങളിലും വിവിധങ്ങളായ പദാർത്ഥങ്ങളൊക്കെ ധാരാളമായിട്ടുള്ളതായിട്ടുള്ള ഗൃഹങ്ങൾ, സമൃദ്ധമായിട്ടുള്ള ഗൃഹങ്ങളില് അനർഘ്യപരിച്ഛദേഷു ഗൃഹേഷു നാനാ ഉപവന അമല അംബസരസ്സു. നാനാ ഉപവന അമല അംബസരസ്സു, നാനാവിധങ്ങളായ ഉപവനങ്ങളോടും നിർമ്മലമായിട്ടുള്ള, അതാണ് അമലം. അംബസരസ്സു, അംബസ് ജലം, ജലമുള്ള സരസ്സുകളിൽ, ജലാശയങ്ങളിൽ. അപ്പൊ നല്ല തെളിഞ്ഞ വെള്ളമുള്ളതായിട്ടുള്ള ജലാശയങ്ങളിലും ഉപവനങ്ങളിലും. പിന്നെ സൗഗന്ധിക കാനനേഷു, സൗഗന്ധികം, കൽഹാരം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങൾ നിറഞ്ഞിരിക്കുന്ന വനങ്ങളിലും, സൗഗന്ധിക കാനനങ്ങളിലും, നാനാ ഉപവനങ്ങളിലും. അമല അംബസരസ്സു, അതുപോലെ സ്വലംകൃത സ്ത്രീ പുരുഷേഷു, നല്ലതുപോലെ അലങ്കരിക്കപ്പെട്ട സ്ത്രീകളോടും പുരുഷന്മാരോടും കൂടിയതായിട്ടുള്ള നിത്യത അനുഗായ ദ്വിജഭൃംഗബന്ധിഷു. നിത്യത എല്ലായ്പ്പോഴും അനുഗായത്, പിന്നാലെ നടന്ന് പാടുന്നവരായിട്ട്, നിരന്തരം പാടുന്ന ദ്വിജങ്ങൾ എന്ന് പറഞ്ഞാൽ പക്ഷികള്, ഭൃംഗങ്ങൾ എന്നാൽ വണ്ടുകള്, അങ്ങനെയുള്ള വന്ദിഷു എന്ന് പറഞ്ഞാൽ സ്തുതി പാഠകന്മാരോട് കൂടിയിട്ട്. ഇപ്പൊ ആരാ സ്തുതി പാഠകന്മാരെ വെച്ചാൽ വണ്ടുകളും കിളികളുമാണ്. ഇവർ വനങ്ങളിലും ഉദ്യാനങ്ങളിലും ഉപവനങ്ങളിലും സരസ്സുകളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ക്രീഡിക്കുമ്പോൾ പാട്ടുപാടാനുള്ള സൂതമാഗത വന്ദികളെ പോലെ വണ്ടുകളും കിളികളുമെല്ലാം പാട്ടുപാടി ഇവരെ രസിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. അതാണ് അനുഗായ ദ്വിജഭൃംഗ ബന്ധിഷു. അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അനർഘ്യ പരിച്ഛദേഷു ഗൃഹേഷു മഹാർഹ ശയ്യാസന വസ്ത്രഭൂഷണ സ്നാനാനുലേപ വ്യവഹാര മല്യകൈഹി. എന്തൊക്കെ വെച്ച് അവരെ സന്തോഷിപ്പിച്ചു? മഹാർഹങ്ങൾ എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തത് തന്നെ, അത്യന്തം മഹത്തുക്കളായിരിക്കുന്ന ശയ്യ, കിടക്കകള്, ആസനങ്ങൾ, ഇരിപ്പിടങ്ങൾ, സിംഹാസനം പോലെയുള്ളതായിട്ടുള്ള സ്വർണം നിർമ്മിതവും രത്നനിർമ്മിതവും ഒക്കെ ആയിട്ടുള്ള ആസനങ്ങൾ, വസ്ത്രങ്ങൾ, നല്ല പട്ടുവസ്ത്രങ്ങൾ, ഭൂഷണങ്ങൾ, അലങ്കാര ആഭരണങ്ങൾ, സ്നാന അനുലേപ അഭ്യവഹാര മാല്യകൈഹി, സ്നാനം ചെയ്യാനുള്ള സൗകര്യങ്ങള്, സുഗന്ധദ്രവ്യങ്ങൾ ഉള്ളതായിട്ടുള്ള കലർന്നതായിട്ടുള്ള ജലങ്ങളെ കൊണ്ടുള്ള സ്നാനം, അനുലേപം ചെയ്യാനായിട്ട് സുഗന്ധ വസ്തുക്കള്, ചന്ദനം, കസ്തൂരി, അഗരു മുതലായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള ലേപനങ്ങള്, അതുപോലെ തന്നെ അഭ്യവഹാര മാല്യകൈഹി. അഭ്യവഹാരം എന്ന് പറഞ്ഞാല് ഭക്ഷണ പദാർത്ഥങ്ങള്, ആ ഭക്ഷണ പദാർത്ഥങ്ങളെ കൊണ്ടും, മാല്യങ്ങൾ എന്ന് പറഞ്ഞാല് മാലകൾ, പലതരത്തിലുള്ളതായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ടുള്ള, സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് നിർമ്മിച്ച മാലകൾ, ഇതെല്ലാം കൊണ്ടും അവരോടുകൂടെ ആ ബഹ്റുജനായ വലിയ മന്ത്രജ്ഞാനിയായിട്ടുള്ള തപസ്വിയായിട്ടുള്ള മഹാതപസ്വിയായിട്ടുള്ള സൗവരി താബിസ്സഹ രേമേ, അവരോടുകൂടെ രമിച്ച് നടന്നു, സഞ്ചരിച്ചു. അപ്പൊ 50 പേരെയും ഈ മന്മഥ ശരീരത്തോടുകൂടെ സുന്ദരനും യുവാവുമായി തീർന്ന ഈ സൗഭരി മഹർഷി എല്ലാ പ്രകൃതി രമണീയങ്ങളായിട്ടുള്ള, എല്ലാ ഐശ്വര്യ സമൃദ്ധങ്ങളായിട്ടുള്ള, സർവ സൗഭാഗ്യങ്ങളും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഗൃഹങ്ങളിലും ഉദ്യാനങ്ങളിലും ജലാശയങ്ങളിലും ഉപവനങ്ങളിലും ഒക്കെ സഞ്ചരിച്ചുകൊണ്ട് വണ്ടുകളാലും കിളികളാലും ഗാനം ചെയ്യപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് സന്തോഷമായിട്ട് കഴിച്ചുകൂട്ടി. സബഹ്രുജസ്താപിരപാരണീയ തപശ്രിയാനർഘ്യ പരിച്ഛദേഷു ഗൃഹേഷു നാനോപവനാമലംബസ്സരസ്സു
സൗഗന്ധികാനനേഷു മഹാർഹശയ്യാസന വസ്ത്രഭൂഷണ സ്നാനാനുലേപാഭ്യവഹാരമല്യകൈഃ സ്വലംകൃത സ്ത്രീ പുരുഷേഷു നിത്യധാരേ മേനുഗായദ്വിജഭൃംഗബന്ദിഷു യദ്ഗാർഹസ്ഥ്യം തു സംവീക്ഷ്യ സപ്തദ്വീപവതീപതിഃ വിസ്മിതസ്തംഭമജഹാത് സാർവഭൗമശ്രിയാന്വിതഃ യദ്ഗാർഹസ്ഥ്യം തു സംവീക്ഷ്യ സപ്തദ്വീപവതീപതിഃ വിസ്മിതസ്തംഭമജഹാത് സാർവഭൗമശ്രിയാന്വിതഃ. തന്റെ മരുമകനായ ഈ സൗബരി മഹർഷിയുടെ ഈ ഗാർഹസ്ഥ്യം, അദ്ദേഹം തന്റെ മക്കളെ 50 പേരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ രമിക്കുന്നത് കണ്ടിട്ട്, യത് ഗാർഹസ്ഥ്യം തു സംവീക്ഷ്യ, ഏതൊരുവന്റെ ഗാർഹസ്ഥ്യത്തെ നന്നായി കണ്ടിട്ട്, സപ്തദ്വീപവതീ പതിഹി, സപ്തദ്വീപുകളുടെയും പതിയായിരിക്കുന്ന മാന്ധാതാവ് രാജാവ് തന്നെ വിസ്മിത, സ്വയം വിസ്മയിച്ചു. താനീ സാർവഭൗമനായിട്ടും തനിക്ക് ലഭിക്കാത്ത സൗഭാഗ്യങ്ങള് ഇതാ ഇങ്ങേര് അനുഭവിക്കുന്നു. അതിന്റെ കാരണം എന്താ? അങ്ങേരുടെ തപസ്സിദ്ധിയാണ്. അപ്പോ ഭൗതികമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള ചക്രവർത്തികളെക്കാൾ കേമന്മാരാണ് ഈ താപസന്മാർ, തപസ്സിദ്ധിയുള്ളവർ എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതിശയിച്ചു, വിസ്മിതനായി ഭവിച്ചു. ഇതാണ് ഈ എന്താ പറയുക, ഉപനിഷത്തിലൊക്കെ പറയുന്ന ആനന്ദമീമാംസ എന്ന് പറയുന്ന ആനന്ദത്തിന്റെ ഒരു കണക്കെടുപ്പ്. ആനന്ദത്തെക്കുറിച്ചൊരു താരതമ്യ പഠനം ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യാനന്ദം എന്ന് പറയുന്നത് ഭൂമി മുഴുവൻ സ്വന്തമായിരിക്കുന്ന ഒരു ചക്രവർത്തി, യുവാവും എല്ലാ ഇന്ദ്രിയങ്ങളും ശക്തിയുള്ളവനും ശരീരബലമുള്ളവനും എല്ലാ വിദ്യകളും അഭ്യസിച്ചവനും നല്ല സ്വഭാവമുള്ളവനും എല്ലാം തികഞ്ഞവനായിരിക്കുമ്പോഴാണ് ഒരാൾക്ക് ഒരു മനുഷ്യാനന്ദം എന്ന് പറയുന്ന ഒരു ആനന്ദം അനുഭവിക്കാൻ കഴിയുക. യുവാസ്യാത് സാധു യുവാധ്യായകഃ ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ഠഃ തസ്യേയം സർവാ പൃഥിവീ വിത്തസ്യ പൂർണ്ണാ സ്യാത് സ്വയേകോ മാനുഷ ആനന്ദഃ. ഇങ്ങനെ ഒരു മനുഷ്യാനന്ദം എന്ന യൂണിറ്റ് കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. ഭൂമി മുഴുവൻ ഐശ്വര്യ സമൃദ്ധമായിരിക്കണം. മരുഭൂമി കിട്ടിയിട്ട് കാര്യമില്ല, കുറ്റിക്കാടുകൾ കിട്ടിയിട്ട് കാര്യമില്ല, പാറപ്പുറങ്ങൾ കിട്ടിയിട്ട് കാര്യമില്ല. എല്ലാ സമൃദ്ധിയും നിറഞ്ഞ സർവാ വിത്തസ്യ പൂർണ്ണാസ്യാത് ഇയം പൃഥിവി, ഈ പൃഥിവി എല്ലാ വിത്തത്തോടും പൂർണ്ണമായിരിക്കുന്ന ആ ഭൂമി അവന്റേതായിരിക്കണം. തസ്യേയം പൃഥിവി സർവാവിത്തസ്യ പൂർണ്ണാസ്യാത്. അതിനു മുമ്പ് അവൻ യുവാസ്യാത്, യുവാവായിരിക്കണം. സാധു, നല്ല ശീലങ്ങളുള്ളവനായിരിക്കണം, മര്യാദക്കാരനായിരിക്കണം. യുവ അധ്യായക, നല്ലതുപോലെ അധ്യയനം ചെയ്ത് സർവവിദ്യകളും എന്താ പറയുക സ്വായത്തമാക്കിയവനായിരിക്കണം. വിദ്യകളില്ലാത്തവൻ ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ഠ, നല്ല മനോബലവും ശാരീരിക ബലവും ഇന്ദ്രിയ ബലവും എല്ലാം ഉള്ളവനായിരിക്കണം. അല്ലാത്തവർക്ക് സുഖഭോഗങ്ങളൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല അല്ലെ. എല്ലാ സൗകര്യം ഉണ്ടായിട്ടും ഭീരുക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് കഴിവില്ലെങ്കിൽ എന്ത് കാര്യം? അപ്പൊ എല്ലാം തികഞ്ഞവനായിരിക്കണം. തസ്യേയം പൃഥ്വി സർവാവിത്തസ്യ പൂർണ്ണ. അങ്ങനെയുള്ള ഒരാളാണ് മാന്ധാതാവ്. അദ്ദേഹം വിസ്മയിക്കുകയാണ് ഈ ഒരു സൗബരി മഹർഷിയെ നോക്കിയിട്ട്. അദ്ദേഹത്തിന്റെ തപസ്സിദ്ധി കൊണ്ട് അദ്ദേഹം എന്തൊരാനന്ദമാണ് അനുഭവിക്കുന്നത് എന്ന് ഒരു താരതമ്യം. പിന്നെ അതിലും ഉപരിയായിട്ടുള്ള ആനന്ദം വേണം നമ്മൾ പ്രാപിക്കാൻ. അതാണ് ബ്രഹ്മാനന്ദം. ഇത് വിഷയാനന്ദമാണ് ഇദ്ദേഹം അനുഭവിക്കുന്നത്. ആര്? സൗബരി മഹർഷി അനുഭവിക്കുന്നത് തന്റെ സിദ്ധി കൊണ്ട് ഈ ഒരു എന്താ പറയുക സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ വലിയ ആനന്ദമാണ് ബ്രഹ്മാനന്ദം എന്നുള്ളത് താരതമ്യത്തിലൂടെ മനസ്സിലാക്കണം. ദേവന്മാരുടെ ആനന്ദം, ഇന്ദ്രന്റെ ആനന്ദം, ബൃഹസ്പതിയുടെ ആനന്ദം, എന്താ പറയുക ബ്രഹ്മാവിന്റെ ആനന്ദം, ഇതൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അതിലും വലിയ ആനന്ദമാണ് ബ്രഹ്മാനന്ദം, ആത്മജ്ഞാനത്തിൽ നിന്നുള്ള ആനന്ദം. അതാണ് നേടേണ്ടത്. അത് നേടിയാൽ മാത്രമേ ശാശ്വതമായിട്ടുള്ള ശാന്തി, ആനന്ദം അനുഭവിക്കാൻ കഴിയുള്ളൂ.
അപ്പോ ഇവിടെ മാന്ധാതാവിനെ ചിന്തിപ്പിച്ചു. അതാണ് വിസ്മിത. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? സ്തംഭം അജഹാദ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഗർവമുണ്ടായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ അജഹാദ്, അതിനെ വെടിഞ്ഞു, ഉപേക്ഷിച്ചു. തനിക്ക് രാജാവ് എന്നുള്ള ഗർഭത്തെ തന്നേക്കാൾ കേമനായിട്ടുള്ള ഒരാളെ കണ്ടപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു. സാർവഭൗമ ശ്രീയാൻവിത. അദ്ദേഹം സാർവഭൗമ ശ്രീയോട് കൂടിയവനായിരുന്നു, ചക്രവർത്തിയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ മഹത്വം കണ്ടപ്പോൾ തന്റെ ഗർഭം വെടിഞ്ഞു. യദ്ഗാർഹസ്യം തു സംവീക്ഷ്യ സപ്തദ്വീപവതീപതി വിസ്മിതസ്തംഭമജഹാദ് സാർവഭൗമ ശ്രീയാൻവിത. ഏവം ഗൃഹേഷ്വഭിരതോ വിഷയാൻ വിവിധൈ സുഖൈഃ സേവമാനോ ന ചാതുഷ്യത് ആജ്യസ്തോകൈരിവാനലഃ. ഏവം ഗൃഹേഷ്വഭിരതോ വിഷയാൻ വിവിധൈ സുഖൈഃ സേവമാനോ ന ചാതുഷ്യത് ആജ്യസ്തോകൈരിവാനലഃ. ഏവം ഗൃഹേഷു അഭിരതഃ. ഇപ്രകാരം ഗൃഹങ്ങളിൽ ഭാര്യമാരുമായി രമിച്ചുകൊണ്ടിരിക്കുന്നു ആര്? സൗഭരി. വിവിധൈഹി സുഖൈഹി വിഷയാൻ സേവ്യമാനഃ. വിവിധങ്ങളായ വിഷയങ്ങൾ, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും തൃപ്തി കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന വിഷയങ്ങൾ, പദാർത്ഥങ്ങളൊക്കെ സേവിക്കുന്നവനായിക്കൊണ്ട് ആ സൗപരിഹി ആജ്യസ്തോകൈഹി അനലഹ ഇവ ന അതുഷ്യത്ത്. ന അതുഷ്യത്ത്. അദ്ദേഹത്തിന് തുഷ്ടി ഉണ്ടായില്ല, സന്തോഷം ഉണ്ടായില്ല. ഏതുപോലെ? ആജ്യസ്തോകൈഹി അനലഹ ഇവ. നജാതു കാമാൻ കാമാനാം ഉപഭോഗേന ശാമ്യത്തെ ഹവിഷാ കൃഷ്ണവർമ്മേവ ഭൂയയേവ വിവർദ്ധതേ. ഇതിന്റെ കുറച്ചുകൂടി വലിയൊരു ശ്ലോകമാണ് യയാതി പറയാൻ പോകുന്നത്. ഇവിടെ ആജ്യസ്തോകൈഹി അനലഹ ഇവ. ആജ്യസ്തോകം എന്ന് പറഞ്ഞാൽ നെയ്യിന്റെ തുള്ളികൾ. തോകം എന്നാൽ അല്പം, തുള്ളി ഒക്കെ അർത്ഥമാണ്. ആജ്യസ്തോകം നെയ്യിന്റെ തുള്ളികൾ. നെയ്ത്തുള്ളികളെ കൊണ്ട് അനലനെ തൃപ്തിപ്പെടുത്താൻ ആർക്കെങ്കിലോ? അനലൻ എന്ന് പറഞ്ഞാൽ തന്നെ അലം ന വിദ്യതേ, മതി എന്ന് പറയാത്ത ആളാണ്. ഇനി ഒഴിക്കൂ, ഇനി ഒഴിക്കൂ, ഇനിയും തരൂ, ഇനിയും തരൂ എന്ന് പറഞ്ഞ് നമ്മൾ കൈനീട്ടും പോലെയാണ് ഈ ഇതിന്റെ ജ്വാലകൾ ആളിക്കത്തുക. അലം ന വിദ്യത. അലം അലം മതി മതി എന്ന് പറയുന്ന ആളല്ലാര്? അനലഹ. അപ്പോ അനലന് ആജ്യസ്തോകം എങ്ങനെ? അതുപോലെ ഈ ലോക വിഷയങ്ങളൊക്കെ അനുഭവിച്ചിട്ടും അദ്ദേഹത്തിനൊരു സന്തോഷം ഉണ്ടായില്ല, തൃപ്തി ഉണ്ടായില്ല. എന്നുവെച്ചാൽ അദ്ദേഹം ചിന്തിക്കുന്ന ആളാണ് എന്നർത്ഥം. മൂഢന്മാരാണെങ്കിൽ ഔദുംബരത്തിൽ മശകത്തിന് തോന്നും ഇതിന്മീതേ കഥാപി സുഖമില്ലെന്ന്, അല്ലേ? എന്നാൽ ഇദ്ദേഹം അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ഇതെന്താ അത്, എത്ര അനുഭവിച്ചാലും മതിയാവാത്തത്, ദിവസവും ഇത് തന്നെ അനുഭവിക്കണം, ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചർവിത ചർവണം, ഇതെന്താ അത് ഇനി മതിയാവാത്തത്, ഇന്നലത്തേനേക്കാൾ കൂടുതൽ ദാഹം ഇന്ന്, ഇന്നലത്തതിനേക്കാൾ കൂടുതൽ തൃഷ്ണ വർദ്ധിച്ചിരിക്കുന്നു ഇന്ന് എന്ന് വിവേകിയായതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹത്തിന് പതുക്കെ വിരക്തി വരാൻ തുടങ്ങി. അങ്ങനെ സ കദാചിതുപാസീനഃ ആത്മാപന്നവമാത്മനഃ ദദർശ ബഹ്രുജാചാര്യോ മീനസംഗസമുത്ഥിതം. സ കദാചിതുപാസീനഃ ആത്മാപന്നവമാത്മനഃ ദദർശ ബഹ്രുജാചാര്യോ മീനസംഗസമുത്ഥിതം. സഹ ബഹ്രുജാചാര്യഃ. അവൻ ബഹുഋക്കുകളുടെ ആചാര്യനാണെന്ന്, വേദമന്ത്രങ്ങളുടെ ആചാര്യനാണ്. എന്നുവെച്ചാൽ വേദമന്ത്രങ്ങളൊക്കെ ഇത് ചിന്തിപ്പിക്കുന്നതാണ്. അതിന്റെ മന്ത്രം മനനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിരക്തി വരും. അപ്പൊ അങ്ങനെയുള്ള ഋക്കുകളുടെ ആചാര്യനായിട്ടുള്ള അദ്ദേഹം കഥാചിത് ഉപാസീനഃ, ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നവനായിട്ട്, ഉപാസീനൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തില്, എവിടെ ഇരിക്കുന്ന സമയത്ത് ആത്മനഃ മീനസംഗ സമുത്ഥിതം ആത്മാപന്നവം ദദർശ. ആത്മനഃ തനിക്കുണ്ടായിട്ടുള്ള മീനസംഗ സമുത്ഥിതം, മീനിന്റെ സംഘം കൊണ്ടുണ്ടായത്. താൻ എന്ത് ചെയ്യാൻ പുറപ്പെട്ട ആളായിരുന്നു. എല്ലാ സംഘങ്ങളും ഉപേക്ഷിച്ച് ആരെയും മനുഷ്യരുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് വിചാരിച്ച് ആ കാളിന്തി നദിയിൽ മുങ്ങിക്കിടന്ന് തപസ്സനുഷ്ഠിക്കാൻ ചെന്ന ആളാണ്. അവിടുന്ന് എപ്പോഴോ കണ്ണു തുറന്നപ്പോ ഈ മത്സ്യങ്ങളുടെ ദാമ്പത്യം കണ്ട് തന്റെ ഉള്ളില് അതിനോടുള്ള തൃഷ്ണ വളർന്നു. മീനസംഘ സമുത്ഥിതം. അയ്യോ,
അബദ്ധം പറ്റിയല്ലോ, താൻ അധപ്പതിച്ചുവല്ലോ എന്ന് ആത്മാപന്നവ തന്റെ അധപ്പതനത്തെ, തനിക്കുണ്ടായ തപോനാശത്തെ ദർശിച്ചു, വിചാരം ചെയ്തു, കണ്ടുപിടിച്ചു. ഇതുവരെ വഴിതെറ്റി പോവുകയായിരുന്നു. വഴിതെറ്റിന്ന് അറിഞ്ഞിരുന്നില്ല. ഒന്നിരുന്ന് വിശ്രമിച്ച സമയത്ത് ചിന്തിച്ചപ്പോഴാണ്, നമ്മളൊരു കാര്യത്തിൽ മുഴുകിയിരുന്നാൽ നമ്മൾ തെറ്റ് ചെയ്യുന്നൊന്നും അറിയില്ല. വളരെ വേഗത്തിലൊരു വാഹനത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിതെറ്റിയത് അറിയില്ല. വഴിതെറ്റിയത് അറിയണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സ്ലോ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കണം. രണ്ടു വശവും നോക്കുമ്പോഴേ പുതിയൊരു വഴിയൊക്കെ കാണുന്നു, ഇത് വഴി തെറ്റിയിരിക്കണമല്ലോ അതൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ അദ്ദേഹം ഒരിക്കൽ വിശ്രമിക്കുന്ന സമയത്ത് ചിന്തിച്ചപ്പോൾ ആ മീനസംഘത്തിൽ നിന്നുണ്ടായ തന്റെ അധപ്പതനത്തെക്കുറിച്ച്, തപോനാശത്തെക്കുറിച്ച് ദർശിച്ചു എന്ന് വെച്ചാൽ വിചാരം ചെയ്തു, ചിന്തിച്ചു. ഉടനെ അദ്ദേഹം സ്വയം പശ്ചാത്തപിക്കുകയാണ്, തന്നെ തന്നെ നിന്ദിക്കുകയാണ്. എന്താ ഈ ഞാൻ കാണിച്ചത് എന്ന് സ്വയം പരിഹസിക്കും പോലെ പറയുന്നു. അഹോ ഇമം പശ്യതമേ വിനാശം തപസ്വിനഃ സച്ചരിതവ്രതസ്യ അന്തർജലേ വാരിചര പ്രസംഗാത് പ്രച്യാവിതം ബ്രഹ്മചിരം ധൃതം യത്. അഹോ ഇമം പശ്യതമേ വിനാശം തപസ്വിനഃ സച്ചരിതവ്രതസ്യ അന്തർജലേ വാരിചര പ്രസംഗാത് പ്രച്യാവിതം ബ്രഹ്മചിരം ധൃതം യത്. സ്വയം ചിന്ത, അഹോ കഷ്ടം കഷ്ടം. ഇമം പശ്യത മേ വിനാശം, ഇമം മേ വിനാശം പശ്യത, എന്റെ ഈ നാശം, എന്റെ ഈ അധപ്പതനം കാണൂ. സ്വയം പറയുകയാണ്, തപസ്വിനഃ, ഞാൻ തപസ്വിയായിരുന്നു, ആ തപസ്വിയായ എന്റെ ഈ നാശം. സച്ചരിത വ്രതസ്യ, ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു? സത്തായ ചരിതത്തിൽ വ്രതത്തോടു കൂടിയവനായിരുന്നു. ആ ഈശ്വരനെ തന്നെ പരമമായി കരുതി ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ചവനായിരുന്നു. അങ്ങനെയുള്ള എന്റെ ഈ വിനാശം പശ്യത, കാണുവിൻ. അന്തർജലേ വാരിചര പ്രസംഗാത്, ആ ജലാന്തർഭാഗത്ത് ആ വാരിചരം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ചരിക്കുന്ന മത്സ്യം, അതുമായിട്ടുള്ള സംഘം, പ്രകർഷേണയുള്ള സംഘം നിമിത്തമായിട്ട് മത്സ്യത്തിന്റെ ലീലകൾ കണ്ടിട്ട് ചിരം ധൃതം യത് ബ്രഹ്മ പ്രച്യാവിതം, ചിരം ധൃതം വളരെ കാലമായി ഞാൻ ധരിച്ചിരുന്ന യത് ബ്രഹ്മ, എന്റെ ബ്രഹ്മചര്യം, എന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം ഉണ്ടായിരുന്നു. തപസ്സാണ് ഇവിടെ ബ്രഹ്മശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. അത് ബ്രഹ്മചര്യ വ്രതം. എന്റെ ആ വേദങ്ങളെ ധരിച്ചുകൊണ്ട്, വേദങ്ങളെ ധരിക്കൽ തന്നെയാണ് ബ്രഹ്മചര്യം. ബ്രഹ്മണി വേദേ വേദേഷു ചരിതും ശീലം ഇതി ബ്രഹ്മചാരി. അപ്പൊ വേദങ്ങളെ ധരിച്ച് ബ്രഹ്മചാരിയായി ഞാൻ വളരെ കാലം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അത് പ്രച്യാവിതം, പ്രകർഷേണ ച്യാവിതം, ച്യുതി സംഭവിച്ചു, ഒഴുകിപ്പോയി, അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. എന്റെ തപസ്, എന്റെ വീര്യം, എന്റെ ബ്രഹ്മചര്യം, എന്റെ തേജസ് എല്ലാം ഒഴുകിപ്പോയി. പ്രച്യാവിതം. കാണൂ, കഷ്ടം കഷ്ടം എന്ന് സ്വയം പശ്ചാത്തപിക്കുകയാണ്, സ്വയം നിന്ദിക്കുകയാണ്. ഈ ഒരു നിന്ദ എല്ലാവർക്കും എപ്പോഴാണോ ഉണ്ടാവുന്നത് അപ്പോഴാണ് അവരും എന്താ പറയുക, തന്റെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ, ഏതോ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ളൊരു ലക്ഷ്യം പ്രാപിക്കേണ്ടതുണ്ട്. അല്ലാതെ എല്ലാ ജന്തുക്കളും ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെ, പന്നികളെ പോലെ, പട്ടികളെ പോലെ, കഴുതകളെ പോലെ, പശുക്കളെ പോലെ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? ജന്തു സഹജമായിട്ടുള്ള ജീവിതം നയിച്ചാൽ മതിയോ എന്ന് ചിന്തിക്കണം, തോന്നണം. അപ്പോഴാണ് അവര് എന്തിനാണ് തന്റെ ജീവിതം, താൻ എന്താണ് ജീവിതത്തിൽ സാധിക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്തയുണ്ടാവുള്ളൂ. അപ്പോ ഇങ്ങനെ അദ്ദേഹം പശ്ചാത്തപിച്ചു. സംഗം ത്യജേതമിഥുനവ്രതിനാം മുമുക്ഷുഃ സർവാത്മനാ വിസൃജേത് ബഹിരിന്ദ്രിയാണി ഏകശ്ചരൻ രഹസി ചിത്തമനന്ദയീശേ യുഞ്ജീത തദ്വ്രതിഷു സാധുഷു ചേത് പ്രസംഗഃ. സംഗം ത്യജേതമിഥുനവ്രതിനാം മുമുക്ഷുഃ സർവാത്മനാ വിസൃജേത് ബഹിരിന്ദ്രിയാണി ഏകശ്ചരൻ രഹസി ചിത്തമനന്ദയീശേ യുഞ്ജീത തദ്വ്രതിഷു സാധുഷു ചേത് പ്രസംഗഃ.
അദ്ദേഹം തന്റെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠം ലോകത്തിനോട് വിളിച്ചു പറയുകയാണ്. നമ്മുടെ യയാതിയുടെ അതേ അവസ്ഥ തന്നെയാണ്. യയാതിയും ഇതേപോലെ 1000-ലധികം വർഷം തന്റെ ഭാര്യമാരുമായിട്ട് ദാമ്പത്യത്തിൽ ഏർപ്പെട്ടിട്ടും തനിക്ക് ആ തൃഷ്ണ ശമിച്ചില്ല എന്ന് കണ്ടപ്പോ മക്കളെ വിളിച്ച് പറഞ്ഞു, നജാതു കാമാൻ കാമാനാം ഉപഭോഗേന ശാമ്യതേ ഹവിഷാ കൃഷ്ണവർമ്മേവ ഭൂയയേവ വിവർദ്ധതേ. അഗ്നി കൊണ്ട് നെയ്യുകൊണ്ട് അഗ്നി തൃപ്തനാവാതെ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നത് പോലെ നമ്മൾ വിഷയങ്ങളെ സേവിക്കുന്തോറും കാമം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയുള്ളൂ, അല്ലാതെ വിഷയസേവ കൊണ്ട് കാമതൃപ്തി ഉണ്ടാവാൻ പോകുന്നില്ല. ഈ സത്യം തന്നെയാണ് ഇദ്ദേഹവും വിളിച്ചു പറയുന്നത്. കുറച്ചുകൂടി നന്നായിട്ട് പറയുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഉപദേശം കൂടി തരുന്നു. സംഗം ത്യജേത മിഥുനവ്രതിനാം മുമുക്ഷുഹു. മുമുക്ഷുഹു ഒരു മോക്ഷേച്ഛു, മോക്ഷമാണ് തനിക്ക് വേണ്ടത് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, തന്റെ പുരുഷാർത്ഥ നിശ്ചയം, എന്റെ ജീവിത ലക്ഷ്യം മോക്ഷമാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ മുമുക്ഷു മിഥുനവ്രതിനാം സംഘം ത്യജേത. മിഥുനവ്രതികൾ എന്ന് പറഞ്ഞാല് ദാമ്പത്യം വ്രതമായിരിക്കുന്നവർ, ധർമ്മമായിരിക്കുന്നവർ. അപ്പൊ ദമ്പതി ധർമ്മം അനുഷ്ഠിക്കുന്ന സംസാരികളായിരിക്കുന്ന വിഷയലംബടന്മാരായിട്ടുള്ള സാധാരണക്കാര് പ്രാകൃത ജനങ്ങളുമായിട്ടുള്ള ബന്ധം ത്യജേത, സംഘം ത്യജ. കാരണം അവരോട് ചെന്ന് സംഭാഷണം ചെയ്യും, അവരുടെ കൂടെ ജീവിക്കുകയൊക്കെ ചെയ്താല് അവര് നമ്മളെ ആ വഴിക്ക് പ്രലോഭിപ്പിക്കും. നിങ്ങളുടെ ജീവിതമൊക്കെ എന്ത് വ്യർത്ഥം എന്ന് പറഞ്ഞ് അവർ നമ്മളെ പരിഹസിക്കുകയും അവരുടെ ജീവിതമാണ് ഗംഭീരം എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ തനിക്ക് പറ്റിയ അവസ്ഥ, മത്സ്യങ്ങളുടെ ദാമ്പത്യം കണ്ട് അതിൽ തൃഷ്ണ ജനിച്ചതുപോലെ ഗൃഹസ്ഥന്മാരുടെ കൂടെയൊക്കെ പോയി താമസിച്ചാല് അവരുടെ ലീലകളൊക്കെ കണ്ട് അതിലേക്ക് മനസ്സ് പോകും ഒരു സന്യാസി പോലെ, മുമുക്ഷുവായിരിക്കുന്ന ഒരാൾക്ക്. അപ്പൊ മുമുക്ഷുവാണോ മിഥുനവ്രതിനാം സംഘം ത്യജേത. എന്നിട്ടോ സർവാത്മന ന വിസൃജേത് ബഹിരിന്ദ്രിയാണി. ഇന്ദ്രിയാണി ബഹിഹി ന വിസൃജേത്. സർവാത്മന എല്ലാ പ്രകാരത്തിലും നല്ല ഉറച്ച ഭാവത്തോടു കൂടിയിട്ട് ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ ബഹിഹി ന വിസൃജേത്, പുറത്തേക്ക് തുറന്നു വിടരുത്. കണ്ണും കാതും നാവും ഒക്കെ അങ്ങനെ തുറന്നു വെച്ചാൽ അതിലെ എല്ലാ അഴുക്കുകളും വന്ന് ചേരും. വേണ്ടാത്തതൊക്കെ വന്ന് കാണുകയും കേൾക്കുകയും നാവിൽ വന്ന് രുചി ഉണ്ടാവുകയും ത്വക്കിൽ വന്ന് സ്പർശിക്കുകയും മണം വന്ന് അനുഭവിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. എല്ലാം തുറന്നു വെച്ച് ലോകത്തെ മുഴുവൻ അകത്തേക്ക് ആവഹിക്കരുത്. അതാണ് ബഹിഹി ന വിസൃജേത് ഇന്ദ്രിയാണി. ഏകഃ ചരൻ രഹസി ചിത്തം അനന്തേ ഈശേ യുഞ്ജീത. ഏകഃ ചരൻ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതാണ് ഉത്തമം. രണ്ടാള് ചേർന്നാൽ എന്തെങ്കിലുമൊക്കെ പരദൂഷണങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ വിഷയ ചിന്തകൾ ഉണ്ടാകും. എന്നിട്ട് രഹസി, ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് ചിത്തം, മനസ്സിനെ അനന്തേ ഈശേ യുഞ്ജീത, അനന്തനായ ആദിയും അന്തവുമില്ലാത്ത ബ്രഹ്മസ്വരൂപനായ ഈശ്വരനിൽ, പ്രപഞ്ച നിയന്താവായ ആ ചൈതന്യത്തിൽ യുഞ്ജീത, യോജിപ്പിക്കണം, യോഗമനുഷ്ഠിക്കണം. അവനാണ് യോഗി. ഭഗവാനിലേക്ക് മനസ്സിനെ ഉറപ്പിക്കുന്നവനാണ് യോഗി. അപ്പൊ രഹസി ചിത്തം അനന്തേ ഈശേ യുഞ്ജീത. ഇനി പ്രസംഗ ഛേദ്, ആരെങ്കിലുമായിട്ട് സംഘം ഉണ്ടാവുകയാണെങ്കിൽ ആരോട് സംഘം ചെയ്യണം? തൽവ്രതിഷു സാധുഷു. തൽവ്രതിഷു എന്ന് പറഞ്ഞാലോ ഈശ്വരനിൽ വ്രതത്തോടു കൂടിയവർ, ഈശ്വരനെ തന്നെ പരമമായി ഭരിച്ചിരിക്കുന്നവർ, സജ്ജനങ്ങൾ, എപ്പോഴും ഈശ്വര ചിന്തയോടുകൂടി നടക്കുന്ന സജ്ജനങ്ങളുമായിട്ട്, സാധുഷു, സാധുക്കളുടെ നേരെ എന്ത് ചെയ്യണം? പ്രസംഗ ഛേദ്, പ്രസംഗമുണ്ടെങ്കിൽ, സംസർഗമുണ്ടാകുന്ന പക്ഷം സജ്ജനങ്ങളുമായിട്ട് സംഘം ചെയ്യണം. സത്സംഗത്വേ നിസ്സംഗത്വം. അപ്പൊ സത്സംഗമാണ് അഭികാമ്യമായിട്ടുള്ളത് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ഏകനായിട്ട് ചരിക്കാൻ സാധിക്കുമെങ്കിൽ അത് വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണമെങ്കിൽ സത്സംഗം സ്വീകരിക്കാം. ഏകസ്തപസ്വീ അഹം അധ അംബസി മത്സ്യസംഗാത് പഞ്ചാശദാസം ഉത പഞ്ചസഹസ്രസർഗഃ നാന്തം വ്രജാമി ഉപയകൃത്യ മനോരഥാനാം മായാഗുണൈർ
ഹൃതമതിർ വിഷയേർത്ഥഭാവഃ ഏകസ്തപസ്യഹമദാംബസി മത്സ്യസംഗാത് പഞ്ചാശദാസം ഉത പഞ്ചസഹസ്രസർഗഃ നാന്തം വ്രജാമ്യുഭയകൃത്യ മനോരഥാനാം മായാഗുണൈർഹൃതമതിർ വിഷയേർത്ഥഭാവഃ ഏകഃ തപസ്വീ അഹം ഏകഃ തപസ്വീ ആസം. ഞാൻ ഒറ്റയ്ക്കുള്ളൊരു താപസനായിരുന്നു, ഒറ്റയ്ക്കുള്ള തപസ്വീ ആസം. എന്നിട്ടോ അത് അംബസി, ഞാൻ ജലാശയത്തിലാണ് തപസ്സനുഷ്ഠിച്ചിരുന്നത്. പക്ഷേ മത്സ്യസംഗാത്, ആ മത്സ്യവുമായിട്ടുള്ള സംഘം, മത്സ്യത്തിന്റെ ദാമ്പത്യം കണ്ടിട്ട് പഞ്ചാശത് ആസം, ഏകഃ ആസം പൂർവം, അദ്യഹം പഞ്ചാശത് ആസം. ഇപ്പൊ ഞാൻ 50 ഭവിച്ചിരിക്കണം. ഇവിടെ 50 ഭവിക്കുക എന്ന് പറഞ്ഞാല് എന്റെ എന്താ പറയുക, ഏകാഗ്രത നഷ്ടപ്പെട്ട് 50 ഭാര്യമാരിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. ഏകനായിരുന്ന ആള് ഇപ്പൊ തന്റെ മനസ്സുകൊണ്ട് എവിടെയൊക്കെ ഇരിക്കുന്നത്? 50 ഭാര്യമാരിൽ. അപ്പൊ 50 തീർന്നു, സ്വയം 50 തീർന്നു എന്നാ പറയണം. ശരീരം ഒന്നാണെങ്കിലും മനസ്സുകൊണ്ട് 50 പേരിലും ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോ 50 ഭവിച്ചിരിക്കണു, വലിയ സംസാരിയായി ഭവിച്ചിരിക്കണമെന്ന് താല്പര്യം. എന്റെ മനസ്സിന്റെ ഏകാഗ്രതയെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പത് പല ചിന്തകളെ കൊണ്ട് നിറഞ്ഞു. പിന്നെ ഉത പഞ്ചസഹസ്ര സർഗഃ ആസം, പിന്നെന്തായി? മാത്രമല്ല 5,000 5000 സർഗഃ എന്ന് പറഞ്ഞ സന്തതികള്. എന്തായി? ആസം. ഇപ്പോ 5000 സന്തതികളുമായി. 50 പേരിലും 100 കുട്ടികളെ ജനിപ്പിച്ചു കഴിഞ്ഞു. 50 ഭാര്യമാരിലായിട്ട് 100 കുട്ടികൾ. അങ്ങനെ 5000 സൃഷ്ടികളുമായി കഴിഞ്ഞു എന്നിൽ നിന്ന്, സന്തതികളായി. അപ്പൊ ഉഭയകൃത്യ മനോരഥാനാം അന്തം ന വ്രജാമി. ഉഭയകൃത്യം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിലും പരലോകത്തിലുള്ള കർത്തവ്യങ്ങള്, 2 തരത്തിലുള്ള കർത്തവ്യങ്ങളിൽ ഉള്ളതായിട്ടുള്ള മനോരഥങ്ങളുടെ അന്തം ന വ്രജാമി, അതിന്റെ അവസാനം ഞാൻ പ്രാപിക്കാൻ പോകുന്നില്ല, അവധിയെ പ്രാപിക്കുന്നില്ല. എന്തുകൊണ്ട്? 2 ഭാഗത്തേക്കുള്ള ചിന്ത. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം, പരലോകത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോ പരിഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏതാ ചെയ്യേണ്ടത്, എത്ര ചെയ്യണം, എത്ര ചെയ്താലാ മതിയാവുക, അതൊന്നും അറിയാതെ 2 ലോകത്തിനും വേണ്ടി ഞാൻ പാടുപെടുകയാണ്. ഇഹലോകവാസനയും വർദ്ധിച്ചു, പരലോകവാസനയും വർദ്ധിച്ചു. ലോകവാസന അല്ലെ, ലോകേഷണ, പുത്രേഷണ, വിത്തേഷണ എന്നൊക്കെ പറഞ്ഞ ഏഷണാത്രയങ്ങൾ വർദ്ധിച്ചു. ഏഷണാത്രയങ്ങളെ വെടിയലാണ് സന്യാസം. 3 ഏഷണകളെയും വെടിഞ്ഞ് ഞാനിതാ ഭൂർഭുവസ്വ ലോകങ്ങളെയെല്ലാം വെടിഞ്ഞ് ഞാനിതാ സന്യസിച്ചിരിക്കുന്നു എന്നാണ് സന്യാസ മന്ത്രം. പക്ഷെ ഇവിടെ എന്തായി? സന്യസിച്ചു വന്ന ആള് തിരിച്ചു വന്ന് ഇപ്പോതാ എല്ലാ ഏഷണകളും നിറഞ്ഞ ആളായി. വിത്തേഷണ, പുത്രേഷണ, ലോകേഷണ, ഈ ലോകവും പരലോകവും. അപ്പൊ ഇഹാമുത്ര ഫലഭോഗ വിരാഗ ഉണ്ടായിരുന്നു, പോയി. ഈ ലോകത്തിലും പരലോകത്തിലും ഉണ്ടായിരുന്ന വൈരാഗ്യമെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ അന്തം ന വ്രജാമി മായാഗുണൈഹി ഹൃതമതിഹി വിഷയേ അർത്ഥഭാവഃ. മായാഗുണൈഹി ഹൃതമതിഹി, മായാഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ ഗുണങ്ങൾ തന്നെ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാൽ ഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് വിഷയേ അർത്ഥഭാവഃ, വിഷയങ്ങളിൽ പരമാർത്ഥ ബുദ്ധി, സത്യത്വ ബുദ്ധി അല്ലെങ്കിൽ പുരുഷാർത്ഥ ബുദ്ധി, വിഷയങ്ങളെ സമ്പാദിക്കലാണ് പരമപുരുഷാർത്ഥം. സുഖങ്ങൾ, ലൗകിക സുഖങ്ങൾ, ഭൗതിക സുഖങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും പരമമായിട്ടുള്ള നിർവൃതി തരുന്ന കാര്യം എന്ന് ഞാൻ അതിൽ ഭ്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്ന് സ്വയം വിചാരം ചെയ്തു. അങ്ങനെ ഏവം വസംഗൃഹേ കാലം വിരക്തോന്യാസമാസ്ഥിതഃ വനം ജഗാമാനുയയുഃ തത്പത്ന്യഃ പതിദേവതാഃ. ഏവം വസൻഗൃഹേ കാലം വിരക്തോന്യാസമാസ്ഥിതഃ വനം ജഗാമ അനുയയുഃ തൽപത്ന്യഃ പതിദേവതാഃ. ഏവം വസന് ഗൃഹേ, ഇങ്ങനെ അദ്ദേഹം ഗൃഹേ വസന്,
കുറച്ച് ദിവസം കൂടി ഗൃഹത്തിൽ വസിച്ചു. ഈ വൈരാഗ്യം ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് തന്റെ വിചാരം തുടർന്നുകൊണ്ടിരുന്നു. വിചാരത്തിലൂടെ വൈരാഗ്യം ഉറയ്ക്കുന്നത് വരേക്ക്. അങ്ങനെ കാലം വസന്ന് ബഹുകാലം വസിച്ച് വിരക്തരായി ഭവിച്ചു. ന്യാസം അസ്ഥിത, അദ്ദേഹം കർമ്മങ്ങളെയൊക്കെ സന്യസിക്കുന്ന അവസ്ഥയെ പ്രാപിച്ചു. എല്ലാം മതിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ന്യാസത്തെ സ്വീകരിച്ച് വനം ജഗാമ, അദ്ദേഹം വനത്തിലേക്ക് ഗമിച്ചു. പക്ഷെ ഈ ഭാര്യമാരും അദ്ദേഹത്തിന്റെ പുറകെ ചെന്നു. അതാണ് പതിദേവതാഹ തത് പത്ന്യഃ അനുയയുഃ, പതിയെ തന്നെ ദേവതയായി കരുതുന്ന ഈ പതിവ്രതകളായ സ്ത്രീകൾ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരും ഭർത്താവിനെ അനുഗമിച്ച് വനത്തിലേക്ക് ചെന്നു. അവരിന്നിപ്പോ വിഷയവാസനയോട് കൂടിയിട്ടല്ല, അവരും വിരക്തരായി എന്ന് താല്പര്യം. അപ്പൊ അവരെയും കൂടി വിരക്തരാക്കാനുള്ള ഒരു യോഗ്യത അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട്, സത്സംഗം കൊണ്ട് അവർക്ക് സാധിച്ചു. 50 പേർക്ക് ഇദ്ദേഹവുമായിട്ടുള്ള ഒരു മഹാത്മാവുമായിട്ടുള്ള സംഘം കൊണ്ട് വിരക്തിയുണ്ടായി. അദ്ദേഹത്തിന് കുറച്ചു കാലം സംസാരം അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ വാസനകൾ തീർക്കാനായിട്ട്. അങ്ങനെ തിരിച്ച് വീണ്ടും അദ്ദേഹം സന്യാസത്തിലേക്ക് പോകുന്നു. തത്ര തപ്ത്വാ തപസ്തീക്ഷ്ണം ആത്മകർഷണമാത്മവാൻ സഹൈവാഗ്നിഭിരാത്മാനം യുയോജ പരമാത്മനി. തത്ര തപ്ത്വാ തപസ്തീക്ഷ്ണം ആത്മകർഷണമാത്മവാൻ സഹൈവാഗ്നിഭിരാത്മാനം യുയോജ പരമാത്മനി. അങ്ങനെ വനത്തിൽ ചെന്ന് തത്ര തപ്ത്വാ, അവിടെ ചെന്ന് തപസ്സനുഷ്ഠിച്ച്, എങ്ങനെയുള്ള തപഃ തീക്ഷ്ണം ആത്മകർഷണം, ആത്മകർഷണം ശരീരത്തെ കർഷിക്കുന്ന ശോഷിപ്പിക്കുന്നതായിട്ടുള്ള തീക്ഷ്ണം തപഃ തത്വ, വളരെ തീക്ഷ്ണമായിട്ടുള്ള തപസ്സിനെ അനുഷ്ഠിച്ചിട്ട് ആത്മവാൻ, നല്ല ആത്മജ്ഞാനം നേടിയവനായിട്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായിട്ട്, യോഗിയായിട്ട് എന്നൊക്കെ അർത്ഥം. ആത്മവാനായ അദ്ദേഹം സഹയേവ അഗ്നിഭിഹി ആത്മാനം യുയോജ പരമാത്മനി. അഗ്നിഭിഹി സഹ, തന്റെ കർമ്മങ്ങളുടെ പ്രതീകമായ അഗ്നി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ അഗ്നികളോടുകൂടെ ആത്മാനം പരമാത്മനി യുയോജ, ആത്മാവിനെ പരമാത്മാവിൽ യോജിപ്പിച്ചു. ഇവിടെ ജ്ഞാനാഗ്നി കൊണ്ട് തന്റെ ഈ ജീവഭാവത്തെ പരമാത്മാവുമായി ചേർത്തു, തന്റെ ജീവഭാവത്തെ ദഹിപ്പിച്ചു കളഞ്ഞു. അജ്ഞാനജന്യമായ തന്റെ വ്യക്തിത്വത്തെ, തന്റെ അഹംഭാവത്തെ ദഹിപ്പിച്ച് താനും പരമാത്മാവും ഒന്നു തന്നെ എന്നുള്ള ജ്ഞാനം നേടി സംസാരത്തിൽ നിന്ന് മുക്തനായി തീർന്നു. അപ്പോ ആത്മാനം പരമാത്മനി യോജ, തന്റെ പ്രതീകമായി താൻ അനുഷ്ഠിച്ചിരുന്ന അഗ്നികർമ്മങ്ങളെയൊക്കെ ഈശ്വരനിൽ സമർപ്പിച്ചു. അതും ഒരു യോജിപ്പിക്കലാണ്. അപ്രകാരം തന്നെ തന്റെ ജ്ഞാനാഗ്നി കൊണ്ട് തന്റെ ജീവഭാവത്തെ പരമാത്മാവായ ഭഗവാനിലേക്ക് യോജിപ്പിച്ചു, ചേർത്ത് വെച്ചു. അഹം ബ്രഹ്മാസ്മി എന്ന ബോധം ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ പത്നിമാരും എന്ത് ചെയ്തു? താഹ സ്വപത്യുർ മഹാരാജ നിരീക്ഷ ആധ്യാത്മികീംഗതിം അന്വീയുഹു തൽപ്രഭാവേണ അഗ്നിം ശാന്തമിവാർക്ഷിഷഃ. താ സ്വപത്യുർ മഹാരാജ നിരീക്ഷ്യ ആധ്യാത്മികീം ഗതിം അന്വീയുഹു തൽപ്രഭാവേണ അഗ്നിം ശാന്തമിവാർക്ഷിഷഃ. താഹ എന്ന് പറഞ്ഞാൽ അവർ, ആരാണവർ? ആ 50 സ്ത്രീകൾ, പതിവ്രതകളായ സ്ത്രീകൾ. ഹേ മഹാരാജ, അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, അവരെന്ത് ചെയ്തു? സ്വപത്യുഹു ആധ്യാത്മികീം ഗതിം നിരീക്ഷ്യ, സ്വപത്യുഹു സ്വന്തം പതിയുടെ, പത്യുഹു എന്ന് പറഞ്ഞാൽ പതിയുടെ, ആധ്യാത്മികീം ഗതിം നിരീക്ഷ്യ മോക്ഷഗതിയെ അറിഞ്ഞിട്ട്, ആത്മസായുജ്യം പ്രാപിച്ചതിനെ അറിഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ മുക്തിയെ കണ്ടിട്ട്, തത്പ്രഭാവേണ ശാന്തം അഗ്നിം അർച്ചിഷഃ ഇവ തം അന്വീയുഹു. തത്പ്രഭാവേണ, അദ്ദേഹത്തിന്റെ പ്രഭാവം കൊണ്ട്, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചത് കൊണ്ട് അവരിലും ആ വിരക്തിയൊക്കെ വന്നിരുന്നു, വിവേകമൊക്കെ വന്നിരുന്നു, ജ്ഞാനം ഉദിച്ചിരുന്നു. അതാണ് തത്പ്രഭാവേണ ശാന്തം അഗ്നിം അർച്ചിഷഃ ഇവ. ശാന്തമായ അഗ്നിയിലേക്ക് അർച്ചിസ്സുകൾ എന്ന പോലെ, അർച്ചിസ് എന്ന് പറഞ്ഞാൽ ജ്വാലകളാണ്. അഗ്നിയിലെ ജ്വാലകള് എങ്ങനെയാണോ അഗ്നി ശാന്തമാകുമ്പോ അഗ്നിയിലേക്ക് തന്നെ വിലയം പ്രാപിക്കുന്നത്, സ്വയം ജ്വാലകൾ അഗ്നിയിൽ അടങ്ങുന്നത് പോലെ തം അന്വീയുഹു, അദ്ദേഹത്തിനെ അനുയാനം ചെയ്തു.
അദ്ദേഹത്തിൽ പ്രാപിച്ചു, അദ്ദേഹത്തിൽ വിലയം പ്രാപിച്ചു എന്ന് പറഞ്ഞാലോ, അവരുടെ ശരീരത്തെ പ്രതീകാത്മകമായിട്ട് അദ്ദേഹത്തെ ദഹിപ്പിച്ച അഗ്നിയിലേക്ക് സമർപ്പിച്ചു. അവരുടെ ആത്മാവ് ആ ഭഗവത് തത്വവുമായി, ഈശ്വര തത്വവുമായി, പരമാത്മ തത്വവുമായി ഒന്നായി തീർന്നു, വിലയം പ്രാപിച്ചു. അവര് വേറെ വേറെ മൂർത്തികൾ, വേറെ വേറെ ജ്വാലകൾ എന്നതുപോലെ അഗ്നിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ജ്വാലകളെ പോലെ വേറെ വേറെ മൂർത്തികളായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ മൂർത്തികളെയൊക്കെ അവരുടെ ജ്ഞാനം കൊണ്ട് ശമിപ്പിച്ചു, ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചു. പ്രതീകാത്മകമായി ദേഹത്തെയും ആ അദ്ദേഹത്തിന്റെ എന്താ പറയുക ചിതയിൽ ഉപേക്ഷിച്ച് അവരെല്ലാം സ്വന്തം ദേഹങ്ങളും വെടിഞ്ഞു മുക്തരായി തീർന്നു. അങ്ങനെ സൗഭരിയും 50 പത്നിമാരും മുക്തരായി തീർന്ന ആ കഥ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. ഹരിയോമിതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സൗഭര്യാഖ്യാനേ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഇനി ഈ മാന്ധാതാവിന്റെ വംശം തുടരുന്നു. അതിൽ അംബരീഷൻ എന്ന് പറഞ്ഞ മകന്റെ വംശമാണ് പറയുന്നത്. അതിലാണ് ഹരിശ്ചന്ദ്രന്റെ ഉപാഖ്യാനം, ത്രിശങ്കുവിന്റെ കഥ ഇതൊക്കെ വരുന്നത്. അത് നമുക്ക് നാളെ രാവിലെ കാണാം. നാളെ രാവിലെ തന്നെ ക്ലാസ്സാണ്, രാവിലെ 11 മണിക്ക്. 7-ാം അധ്യായം തുടരാം. 7-ാം അധ്യായത്തിൽ ചെറിയ അധ്യായമാണ്, 26 ശ്ലോകങ്ങൾ. ചിലപ്പോൾ രാവിലെ തന്നെ തീർന്നു എന്ന് വരും. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ രാവിലെ കാണാം. നാളെ 11 മണിക്ക്. ഹരി ഓം. നാരായണ.